നമ്മൾ ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എപ്പോഴും ചെറുതായിട്ടാണ് കാണുന്നത്. എന്തുകൊണ്ടാണ്? പാട്ടുപാടി അവസാനം 4 വരി കഴിയുമ്പോൾ എന്ത് ചെയ്യണം? കൈയടിക്കണം, അന്യഭാഷ പറയണം. അത് കഴിഞ്ഞ് ഇത് ഉപയോഗിക്കുന്നവരുണ്ടോ? വീട്ടിൽ അന്യഭാഷയെ പ്രാർത്ഥിച്ചുകൊണ്ട് നടക്കുന്നവർ എത്ര പേരുണ്ട്? രാത്രിയുടെ യാമങ്ങളിൽ എഴുന്നേറ്റ് അന്യഭാഷയെ മാത്രം പ്രാർത്ഥിക്കുന്നവർ എത്ര പേര് ഇതിനകത്തുണ്ട്? 2 മിനിറ്റ് പ്രാർത്ഥിക്കുന്ന കാര്യമല്ല പറഞ്ഞേ, അന്യഭാഷയിൽ മാത്രം തുടർന്ന് പ്രാർത്ഥിക്കുന്നവർ. ഞാൻ സത്യസന്ധമായിട്ട് പറയുന്നൊരു കാര്യം ഞാൻ പറയാം. ഞാനൊരു പാസ്റ്ററുടെ മോളായിട്ട് ജനിച്ചു വളർന്നു. 10 വയസ്സുള്ളപ്പോൾ ഞാൻ രക്ഷിക്കപ്പെട്ടതാണ്. 12 വയസ്സുള്ളപ്പോൾ ഞാൻ അഭിഷേകത്താൽ നിറഞ്ഞതാണ്. എന്നാൽ കഴിഞ്ഞ ഒരു 3 വർഷത്തിന് മുമ്പ് വരെ ഞാൻ അന്യഭാഷ പറയുന്നത് എപ്പോഴാണെന്നറിയോ? പാട്ട് പാടിക്കഴിഞ്ഞ് പിന്നെ കുടുംബ പ്രാർത്ഥന ഞങ്ങൾ ആരാധിക്കണം. അപ്പം അമ്മയ്ക്ക് നിർബന്ധമാണ്. അതുകൊണ്ട് ഞങ്ങൾ കൈയടിച്ച് നല്ലോട്ട് ആരാധിക്കും. മനസ്സിലായോ? എന്നാൽ ഈ അന്യഭാഷയുടെ ഗുണം എന്ത് ചെയ്തിട്ടില്ല? മനസ്സിലായിട്ടില്ല. ഇതിലൊരു ശക്തി ഉണ്ടെന്നൊക്കെ അറിയാം, പക്ഷേ സ്വന്തം ജീവിതത്തിൽ എന്ത് ചെയ്തിട്ടില്ല? ആ ശക്തി അനുഭവിച്ചു. എന്നാൽ ഇന്ന് അതിൻ്റെ ഒരു ടിപ്പ് പറഞ്ഞു തരാം. ഇന്ന് തൊട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്ക്. ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും വിടുതൽ വരുന്നത് കാണാം. ഞാൻ എൻ്റെ ഒരു അനുഭവ സാക്ഷ്യം പറയാൻ ആഗ്രഹിക്കുക. 2023 ഡിസംബർ മാസത്തിൽ 6-ാം തീയതി ഞങ്ങൾ ഫ്ലോറിഡയിലാണ് താമസിക്കുന്നത് കുടുംബമായിട്ട്. എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് അന്ന് വന്ന് വീട്ടിലായിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് എന്നോട് പറഞ്ഞു, നാളെ എനിക്ക് നേരത്തെ ജോലിക്ക് പോകണം, ഇന്ന് നേരത്തെ പ്രാർത്ഥിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യണം? കിടക്കണം. അപ്പം അന്ന് ഞങ്ങളുടെ വീട്ടിലൊരു മോളുണ്ട്. ഹല്ലേലൂയ. അവള് ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലോട്ട് വന്നതേ ഉള്ളൂ. അവർ ഞങ്ങളുടെ ചർച്ചിലാണ് വരുന്നത്. അപ്പം ഈ മോളെ ദൈവകൃപയാൽ വിശ്വാസത്തിലേക്ക് നേടാൻ കർത്താവ് കൃപ തന്നു. അവളെ വചനം പഠിപ്പിക്കുന്ന ഞാനാ. അപ്പോൾ അവൾക്ക് എപ്പോഴൊക്കെ ഒരു പ്രശ്നം വരും അവൾ ഓടി വന്നിട്ട് എന്നോട് പറയും, ചേച്ചി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കാം, ഞാൻ ചേച്ചിയോട് ഇന്ന് 2 ദിവസം നിൽക്കുവാന്ന് പറയും. ഞാൻ പറഞ്ഞു നിന്നോളാൻ. അപ്പോൾ ഈ ഡിസംബർ 4-ാം തീയതി ഈ മോൾ ഇതുപോലെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ചേച്ചി എപ്പോഴും ഈ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയെക്കുറിച്ചൊക്കെ പറയുന്നുണ്ടല്ലോ, അഭിഷേകത്തെക്കുറിച്ച്. എനിക്ക് അഭിഷേകം പ്രാപിക്കണം, ഞാൻ ചേച്ചിയോട് വന്ന് 2 ദിവസം നിന്നോട്ടെ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു നിന്നോളാൻ. ഇവള് വന്ന് എൻ്റെ കൂടെ 2 ദിവസം നിന്നു. 4-ഉം 5-ഉം. 4-ാം തീയതി നടന്ന കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിലെ കുറവുകൾ പരിശുദ്ധാത്മാവൊക്കെ വെളിപ്പെടുത്തി കൊടുക്കാൻ തുടങ്ങി. നിങ്ങൾ ഓർക്കണേ, ഇന്നത്തെ തലമുറയുടെ കാര്യമാണ് പറയുന്നത് കേട്ടോ. ഞാൻ പ്രാർത്ഥിച്ചിട്ട് അത് കളയണം ഇത് കളയണം അങ്ങനെ ചെയ്യണമെന്നൊന്നും പറഞ്ഞില്ല. അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ച് വചനം വായിച്ചു കൊടുത്തു. ഹല്ലേലൂയ. ഗലാത്യ ലേഖനമൊക്കെ വായിച്ചിട്ട് ഞാൻ പറഞ്ഞു, മോളെ നമ്മുടെ പഴയ മനുഷ്യൻ്റെ സ്വഭാവങ്ങളാണ് ഇതൊക്കെ. എന്നാൽ പുതിയ മനുഷ്യനെ സ്വീകരിച്ചു കഴിയുമ്പോൾ ആത്മാവിൻ്റെ ഫലത്തിൽ വരേണ്ടത് സ്നേഹം, സന്തോഷം, സമാധാനം, ഇതൊക്കെയാണ്. എന്നാൽ പലപ്പോഴും നമ്മുടെ ജീവിതത്തിലുള്ള എന്താ? കോപം, ക്രോധം, ഈർഷ്യ, അസൂയ, ഇതൊക്കെ അങ്ങോട്ട് പറഞ്ഞു. ഇതെല്ലാം പറഞ്ഞിട്ട് പരിശുദ്ധാത്മാവ് തന്ന ആലോചന പറഞ്ഞപ്പോൾ ഇവള് പറഞ്ഞു, ചേച്ചി എനിക്ക് മനസ്സിലാവുന്നുണ്ട് ചേച്ചി, എൻ്റെ ജീവിതത്തിൽ ഒത്തിരി മാറ്റം വരുത്തുന്നുണ്ട്, ഞാൻ ഒത്തിരി പേരോട് ക്ഷമ പറയാനുണ്ട്. നിങ്ങൾ ഓർക്കണം, വചനത്തിൻ്റെ പരിവർത്തനമാണ് ഞാൻ പറയുന്നത്. പരിശുദ്ധാത്മാവ് ഒരാളിലേക്ക് വരുമ്പോൾ ആദ്യം നടക്കുന്നത് എന്താ? പാപബോധം വരുത്തും. നിങ്ങളെല്ലാവരും ആമേൻ പറഞ്ഞില്ല. നിങ്ങൾ ചിലയിടത്ത് പറയാം അവിടെ ഭയങ്കര അഭിഷേകത്തിലുള്ള ആരാധനയാന്ന് പറയുമ്പോൾ ഞാൻ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്, അവിടെ പാപികൾ മാനസാന്തരപ്പെടുന്നുണ്ടോ എന്ന്. പുറത്തു നിന്നുള്ള പാപികളുടെ കാര്യം അല്ല ഞാൻ പറഞ്ഞത്. സഭയ്ക്കുള്ളിൽ പാപം ഇന്നുണ്ട്. നമ്മളിൽ പാപം ഇല്ലാത്തവരുണ്ടോ? ഇല്ല, നമ്മളിൽ പാപമുണ്ട്. ഞാൻ സാക്ഷ്യം പറയുക, എന്നാൽ നിങ്ങൾ കേൾക്കണം. നമ്മളിൽ പാപമില്ലേ? ഇല്ലെന്ന് പറയല്ലേ? ഉണ്ട്. പക്ഷെ ദൈവമക്കൾക്ക് ഒരു കുഴപ്പമുണ്ട്. നമ്മൾ ഈ പാപത്തെ കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്. എങ്ങനെ പറയും? വലിയ പാപവും ചെറിയ പാപം. ഈ വലിയ പാപങ്ങളൊക്കെ ആരാ ചെയ്യുന്നേ? സഭയ്ക്ക് പുറത്തുള്ളവർ. ഞങ്ങളോ? ചെറിയ പാപം. നിങ്ങൾ ബൈബിളിൽ നിന്ന് എനിക്കൊരു വാക്യം എടുത്ത് കാണിക്കുമോ പാസ്റ്റർ? അങ്ങനെ ഒരു വാക്യമുണ്ടോ പാസ്റ്റർ? യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ നിങ്ങളിൽ ചെറിയ പാപം ചെയ്തവൾ വരട്ടെ? ഇല്ല. പാപം എന്നേ വിളിച്ചിട്ടുള്ളൂ. പാപത്തിന് കാറ്റഗറി ഇല്ല. പക്ഷെ അത് ഉണ്ടാക്കിയ ആൾക്കാരാരാ? നമ്മൾ വെറുതെ അത് ആ സഹോദരൻ്റെ ഒരു ചെറിയ ബലഹീനതയാ, എന്തുവാ നുണ പറയുന്നത്, വീട്ടിൽ വഴക്കുണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ സഹോദരിമാർക്ക് നിങ്ങൾ പിണങ്ങിയാലും കുഴപ്പമില്ല, പറയാനുള്ള ദൂത് പറയും. മനസ്സിലാവുന്നുണ്ടോ? ചിരിച്ചു കാണുന്നവർക്ക് മുഖം മാറി, എന്നാലും കുഴപ്പമില്ല, ഞാൻ പറയാം. ഓക്കെ. സഹോദരിമാർക്കുള്ള കുറവ് എവിടാ? ഇപ്പൊ ഈ വായിച്ച എഫെസ്യ ലേഖനത്തിനകത്ത് പറഞ്ഞിട്ടുണ്ട്, നിങ്ങളിൽ എന്തുണ്ടാവരുത്? പൊട്ടച്ചൊല്ല്, കളിവാക്ക്, ചേർച്ചയല്ലാത്ത. ഈ ചേർച്ചയല്ലാത്തെന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഓർക്കുന്ന എന്നാ? നമ്മൾ ഇതിനെയൊക്കെ നമ്മുടേതായ രീതിയിൽ എന്ത് ചെയ്യും? വ്യാഖ്യാനിക്കും. എന്നാൽ ചേർച്ചയല്ലാത്തെന്ന് പറയുന്നതിനകത്തുള്ളതാ ഗോസിപ്പിംഗ്. ഒരാടെ കുറ്റം മറ്റൊരാടെ അടുക്ക പറയുന്നത് എന്തുവാ? ചേർച്ചയല്ല. ആർക്കും ഇഷ്ടമല്ല. എന്നാലും ഞാൻ പറയാം, എല്ലാവരുടെയും ചിരിയൊക്കെ മാറി. എന്നാലും ഞാൻ പറയാം, ദൈവമക്കളെ, നമ്മുടെ ഇടയിൽ എന്തുണ്ട്? ഏഷണിയുണ്ട്. നമ്മൾ ഗോസിപ്പ് പറയാറുണ്ട്. നമ്മൾ വിശുദ്ധമായിട്ടത് പറയുന്നത് എങ്ങനെയാ? പ്രാർത്ഥനാ വിഷയമായിട്ടാണ്. സിസ്റ്ററെ, ഞാൻ അറിഞ്ഞായിരുന്നോ നമ്മുടെ തൊട്ടപ്പുറത്തെ സഹോദരിയുടെ മോൻ ഇങ്ങനെ ഒരു വീഴ്ച വന്നു കേട്ടോ, പ്രാർത്ഥിക്കാനായിട്ട് ആ സഹോദരി എന്നോട് പറഞ്ഞാ, ഞാൻ പ്രാർത്ഥിക്കാത്തതുകൊണ്ട് നിങ്ങളെ എന്ത് ചെയ്യുക? ഇപ്പം എന്നെ വിളിച്ച ഒരാൾ പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ടെങ്കിൽ അതിനർത്ഥം എന്നെ വിശ്വാസം ഉള്ളതുകൊണ്ടല്ലേ എന്നോട് പറഞ്ഞേ. ഞാൻ ചെയ്യുന്നുണ്ടെങ്കിൽ പിന്നെ മറ്റൊരാളെ എനിക്ക് വിളിക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ ഞാൻ വിളിക്കൂ എന്ന് പറയുന്നത് എന്തുകൊണ്ടാ? ഇതങ്ങോട്ട് അകത്തിരുന്നിട്ടൊരു സമാധാനം
വരുന്നില്ല. ആരോടെങ്കിലും എനിക്കിതൊന്ന് അങ്ങനെയുള്ള ആത്മാവ് ഇതിനകത്തുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിനെ ശാസിച്ച് മാറ്റി മാനസാന്തരപ്പെട്ടിട്ട് ഇതിനകത്തൊന്ന് പുറത്തു പോവുള്ളൂ. കാരണം ദൈവമക്കളിൽ നിന്ന് കർത്താവ് ആഗ്രഹിക്കുന്നതെന്നറിയോ? ഒരാളുടെ വിഷമം നമ്മളോട് പറഞ്ഞാൽ അത് നമ്മുടെ ചെവിക്കുള്ളിൽ കേട്ട് നമ്മുടെ ഹൃദയത്തിൽ പോയി കഴിഞ്ഞാൽ അത് പുറത്തോട്ട് പോകരുത്. ഇന്ന് ഏറ്റവും കൂടുതൽ വിശ്വാസവഞ്ചന നടക്കുന്നത് സഭയ്ക്കുള്ളിലാണ്. അതുകൊണ്ട് ഞാൻ പ്രത്യേകം പറയാം, പരിശുദ്ധാത്മാവിനോട് പറഞ്ഞിട്ട് പറയുക, നമ്മുടെ ചില വിടുതലുകൾക്കും നമ്മുടെ തലമുറയ്ക്ക് തടസ്സമായി നിൽക്കുന്നത് നമ്മുടെ നാവ. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. നമ്മൾ ചിലരുടെ തലമുറകളെ നോക്കി കളിയാക്കി പറയുന്ന നാളെ നമ്മുടെ മക്കൾക്ക് വരുമ്പോഴേ അറിയത്തുള്ളൂ. എൻ്റെ മമ്മി അമ്മച്ചിയൊക്കെ പറയുന്നൊരു പഴഞ്ചൊല്ലുണ്ട്, പഴുത്തയില വീഴുന്നത് കണ്ട് പച്ചയില എന്ത് ചെയ്യരുത്, ചിരിക്കരുത്. കേട്ടവർ എത്ര പേരുണ്ട് ഇതിനകത്ത്? കേട്ടിട്ടില്ലാത്തവർ കേട്ടോ? പഴുത്തയില വീഴുന്ന കണ്ട് പച്ചയില, അർത്ഥം എന്തുവാ? നമ്മുടെ സഭയ്ക്കുള്ളിലും നമ്മുടെ ദേശത്തും നടക്കുന്ന ഒരു വിഷയം നമ്മൾ ചർച്ചാ വിഷയമാക്കി കളിയാക്കി, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വരണമായിരുന്നു അല്ലെങ്കിൽ എന്ന് പറയുമ്പോൾ ഓർത്തോ, സ്വർഗം ഇത് കേട്ടോണ്ടായിരിക്കുന്നേ. നമ്മുടെ വീട്ടിലുമുണ്ട് തലമുറകൾ, നമ്മുടെ തലമുറയ്ക്കുണ്ട് ഒരു ഭാവി. എന്നാൽ ദൈവം അവിടെയാ പറഞ്ഞേ, നിങ്ങൾ വിധിക്കപ്പെടാതിരിക്കേണ്ടതിന് നിങ്ങൾ ആരെയും വിധിക്കരുത്. ഞാനിതൊക്കെ പറയാൻ കാരണം ഞാൻ ജീവിതത്തിലെ അനുഭവങ്ങളിൽ നിന്ന് ഇത് പറയുന്നത്. ഞാൻ ഈ മോളോട് ഇതൊക്കെ പറഞ്ഞു, മോള് പറഞ്ഞു, ചേച്ചി ഞാൻ ഒത്തിരി പേരെ വിധിച്ചിട്ടുണ്ട് ചേച്ചി, കളിയാക്കിയിട്ടുണ്ട് ചേച്ചി, അവരെയൊക്കെ വിളിച്ച് എനിക്ക് ക്ഷമ പറയണം. പിന്നെ 1 മണിക്കൂർ ശുദ്ധീകരണത്തിൻ്റെ അവൾ വേറെ റൂമിൽ പോരുന്ന് ശുദ്ധീകരണം പ്രാപിക്കുക, ഞാൻ ഇവിടെ നിന്ന് പ്രാർത്ഥിച്ച് ഇവളെല്ലാവരെയും വിളിച്ച് ക്ഷമയൊക്കെ പറഞ്ഞ് ചെയ്യേണ്ടൊക്കെ പപ്പായെ വിളിച്ച് ക്ഷമ പറഞ്ഞു, അമ്മയെ വിളിച്ച് ക്ഷമ പറഞ്ഞു, വന്ന് പ്രാർത്ഥിക്കാൻ അങ്ങോട്ടിരുന്നു. 5 മിനിറ്റ് ആയതേ ഉള്ളൂ. ഞാൻ നോക്കിയപ്പോൾ അതാണ്ട് പരിശുദ്ധാത്മാവിൻ്റെ ശക്തി അവിടെ മേലെ അങ്ങോട്ട് മുറിക്കകത്തോട്ട് ഇറങ്ങിയിട്ട് അവൾ അന്യ ഭാഷ ദൈവത്തെ ആരാധിക്കുക, ഹല്ലേലൂയ, ദൈവത്തെ സ്തുതിക്കുക. എനിക്ക് വളരെ സന്തോഷം തോന്നി. ഞാനും ഒരുമിച്ച് ആരാധിച്ചു. മണിക്കൂറുകൾ നീണ്ടു നിന്ന് ആരാധനയായിരുന്നു മുറിക്കുള്ളിൽ. ഹല്ലേലൂയ. അങ്ങനെ ആരാധിച്ചു കൊണ്ടിരുന്നപ്പോൾ പരിശുദ്ധാത്മാവ് എന്നോട് അന്നൊരു കാര്യം സംസാരിച്ചായിരുന്നു. പരിശുദ്ധാത്മാവിന്റെ ശക്തി അനുഭവിച്ചറിയുന്നത് പോലെ തന്നെ അവൾ കണ്ടു, എന്ത് ചെയ്യണം, അറിയണം. പക്ഷെ അതെന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല. അന്ന് രാത്രിയിലാണ് എൻ്റെ ഹസ്ബൻഡ് ജോലി കഴിഞ്ഞ് വന്നിട്ട് പറഞ്ഞ, നാളെ രാവിലെ എനിക്ക് പോകേണ്ടതുകൊണ്ട് നേരത്തെ കിടക്കാം. ഞാൻ പറഞ്ഞു ഓക്കെ, ഈ മോള് വീട്ടിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു, ചേച്ചി ഞാൻ ഇന്ന് പോകുന്നില്ല, ഇന്നും കൂടെ ഞാൻ ചേച്ചിയുടെ നമുക്ക് രാത്രിയിൽ ഇരുന്ന് പ്രാർത്ഥിക്കാം. അതാ ആത്മാവ് പ്രാപിച്ചവൻ്റെ ഗുണം എന്നറിയോ? പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ഒട്ടനെ ചാടി കൂടി വരും. പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം നഷ്ടപ്പെട്ടവരുടെ ആദ്യത്തെ പ്രത്യേകത എന്നാണെന്നറിയോ? അവർക്ക് പ്രാർത്ഥന എന്ന് കേൾക്കുമ്പോൾ ആദ്യം വരുന്നുണ്ടോ, ഓ പ്രാർത്ഥിക്കാനാണോ, എന്നാൽ ഞാൻ ജീവനില്ലല്ലോ, മരിച്ചു പോയല്ലോ. ഉറങ്ങുന്നവൻ, അതിൻ്റെ പ്രത്യേകതയാ. ചാവാറായ ശേഷിപ്പെന്നൊക്കെ പറഞ്ഞ് വെളിപ്പാട് പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, എന്തുവാ? ജീവനുണ്ടെന്ന് പേരുണ്ട്, പക്ഷേ മരിച്ചവനാ. അതിൻ്റെ പ്രത്യേകത എന്നാ? മരിച്ചവനോട് ഇന്ന് പ്രാർത്ഥിക്കാൻ വരാൻ പറഞ്ഞാൽ വരുമോ? ജീവനുള്ളവൻ എന്ത് ചെയ്യും? റെസ്പോണ്ട് ചെയ്യും. നിങ്ങൾ ജീവനുണ്ടോ എന്ന് ഇന്ന് ചെക്ക് ചെയ്യണം. പ്രാർത്ഥിക്കാൻ പറയുമ്പോൾ രാത്രിയുടെ യാമങ്ങളിൽ പരിശുദ്ധാത്മാവ് തട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രാർത്ഥിക്കണം. പ്രാർത്ഥനാ ജീവിതം ഇല്ലെങ്കിൽ നമ്മൾ തളർന്നു പോകും. ഹല്ലേലൂയ. ഈ മോള് പറഞ്ഞു, ചേച്ചി പ്രാർത്ഥിക്കാം. ഞാൻ പറഞ്ഞു ശരി. ഞാനും എൻ്റെ ഹസ്ബൻഡും എനിക്ക് ദാനമായി തന്ന 2 കുഞ്ഞുങ്ങൾ, മൂത്ത മോക്ക് അന്ന് 4 വയസ്സും ഇളയ ആൾക്ക് 3 വയസ്സും. ഞങ്ങൾ ഇത്രയും പേരും ആ മോളും കൂടെ പ്രാർത്ഥനാ മുറി കയറി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഹല്ലേലൂയ, ഈ മോള് പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ പറഞ്ഞു ഇന്ന് മോള് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അവളിങ്ങനെ പ്രാർത്ഥിച്ചു വന്നപ്പോൾ, മലയാളത്തിലാണ് പ്രാർത്ഥിച്ചു തുടങ്ങിയതേ. പ്രാർത്ഥിച്ചു തുടങ്ങിയിട്ട് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങിയവൾ. അപ്പം എൻ്റെ ഹസ്ബൻഡ് മലയാളം അറിയത്തില്ല, ഇംഗ്ലീഷ് മാത്രമേ അറിയൂ, ഒരു വാക്ക് പോലും മലയാളം സംസാരിക്കത്തില്ല. അപ്പം മലയാളത്തിൽ എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് പെട്ടെന്ന് പുള്ളിക്കാരി ഇംഗ്ലീഷിൽ ഇങ്ങനെ പറഞ്ഞു, അച്ചച്ചാ ദൈവത്തിന് അച്ചച്ചനെ ഉപയോഗിക്കാൻ പ്ലാനുണ്ട്, 100 പേരുടെ നടുവിൽ അച്ചച്ചൻ വചനവുമായിട്ട് നിൽക്കുന്നത് ഞാൻ കാണുന്നെന്ന് പറഞ്ഞു. എനിക്കിത് ഭയങ്കര സന്തോഷം തോന്നുന്നു. കാരണം അഭിഷേകം കിട്ടിയതേ ഉള്ളൂ, ദാണ്ട് പ്രവചിക്കുന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. കാരണം എനിക്കറിയാം ഇത് നടക്കാൻ പോകുന്ന പ്രവചനമാണ്. കാരണം ഇത് ദൈവം എന്നോട് സംസാരിച്ചപ്പോൾ അടുത്ത ആൾ പറയുന്നു, ആരാ? പെന്തക്കോസ്തിന്റെ പാരമ്പര്യം ഇല്ല, ഈ ഇടയ്ക്ക് വിശ്വാസത്തിലേക്ക് വന്നതേ ഉള്ളൂ. തെളിവ് സഹിതം ആ കുഞ്ഞ് പറഞ്ഞു, ഞാൻ ഏറ്റെടുക്കുന്നു. എൻ്റെ ഹസ്ബൻഡോട് പറഞ്ഞു ഏറ്റെടുത്ത് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് ജോലിയോടുകൂടെ നിൽക്കുന്ന ഒരാളാ. എൻ്റെ അച്ഛൻ മിനിസ്ട്രിയിലോട്ട് അങ്ങോട്ട് ഇറങ്ങിയിട്ടില്ല. എന്നാൽ മിനിസ്ട്രിയുടെ വിളിയുള്ളൊരു കുടുംബത്തിലെ മോനാ. അല്ലെങ്കിൽ എനിക്കറിയാം ആ അപ്പൻ്റെ മേൽ പകർന്ന അതേ അഭിഷേകം അടുത്ത ഇരട്ടി ശക്തിയോടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ മേൽ വരുമെന്ന് എനിക്കറിയാവുന്നത് കൊണ്ട് ഞാനും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പോഴേ ഈ ദൂത് കേൾക്കുന്നു. ഞാൻ ദൈവസന്നിധിയിൽ അത് ഏറ്റെടുത്തു. നടന്ന കാര്യം ഞാൻ പറയാം. ഹല്ലേലൂയ. ഈ അച്ഛനോട് ഞാൻ പറഞ്ഞു, അച്ഛൻ സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. എൻ്റെ ഹസ്ബൻഡ് സമർപ്പിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ എഴുന്നേറ്റു. ഞാൻ കിച്ചണിലേക്ക് പോന്നു. എൻ്റെ ഹസ്ബൻഡ് വന്ന് ലിവിങ് റൂമിൻ്റെ സോഫായുടെ അടുക്കൽ ഇങ്ങനെ നിൽക്കുക. എൻ്റെ കുഞ്ഞുങ്ങൾ എൻ്റെ കൂടെ ഉണ്ട്. ഞങ്ങളെല്ലാവരും ഞങ്ങൾ പറയുന്നത് ഫുഡ് എടുക്കാമെന്ന് പറഞ്ഞ് നിൽക്കുക. പെട്ടെന്ന് ഞാൻ നോക്കുമ്പോൾ എൻ്റെ ഹസ്ബൻഡ് കയ്യിലിരുന്ന തൻ്റെ ഫോൺ, പുത്തൻ ഫോണാണ്, ഫോൺ നിലത്തേക്ക് ഇങ്ങനെ എറിയുന്നത് കണ്ടു.
അപ്പം എൻ്റെ ഹസ്ബൻഡ് ഇച്ചിരി തമാശയൊക്കെ കാണിക്കുന്ന ആളായതുകൊണ്ട് ഞാൻ ഓർത്തു തമാശ കാണിക്കുമായിരിക്കും, പിള്ളേരെ കാണിക്കുമായിരിക്കും. പക്ഷെ എന്നാലും ഫോൺ എറിഞ്ഞപ്പോൾ എനിക്കൊരു സങ്കടം. പുത്തൻ ഫോണല്ലേ, ഹല്ലേലൂയ. വീണ്ടും ഞാൻ നോക്കിയപ്പോൾ അദ്ദേഹം കുനിഞ്ഞെട്ടി ഫോൺ എടുക്കാൻ ശ്രമിക്കും. അപ്പം എൻ്റെ മോൻ അടുത്ത് പോയി നിൽപ്പുണ്ട്. അപ്പം ഞാൻ ഓർത്ത് അവനായിട്ട് കളിക്കുമായിരിക്കും എന്ന് ഓർത്ത് ഇങ്ങനെ നോക്കുമ്പോൾ എടുക്കാൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ കുനിയുന്നു, എഴുന്നേക്കുന്നു, കൈ ഇങ്ങനെ മേളിലോട്ടും താഴോട്ടും താങ്ങുന്നുണ്ട്, പക്ഷെ എടുക്കുന്നില്ല. കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ അച്ഛൻ പതുക്കെ എഴുന്നേക്കുന്ന കണ്ടപ്പോൾ ഇടത്തോട്ടൊരു ചെരിവുണ്ട്. പിന്നെ ഞാൻ കാണുന്ന കാഴ്ച, ഈ മുഖം ഈ വശത്തോട്ട് കോടിപ്പോയി. കേൾക്കണേ, ഈ മുഖം ഈ വശത്തോട്ട് കോടിപ്പോയി. ഒരു കൈ താണ്ട് തളർന്നു പോകുന്നു. ഞാൻ നോക്കിയപ്പോൾ കാല് വേച്ചു. അപ്പോൾ എനിക്ക് മനസ്സിലായി സ്ട്രോക്കാന്ന്. ഞാനൊരു നേഴ്സായിരുന്നേ, അതുകൊണ്ട് എനിക്കിത് സ്ട്രോക്ക് കണ്ടപ്പോഴേ മനസ്സിലായി. സ്ട്രോക്കാന്ന് മനസ്സിലായി. കാല് വേച്ചു പോയപ്പോൾ ഹല്ലേലൂയ എനിക്ക് മനസ്സിലായി പിടിച്ചില്ലെങ്കിൽ വീഴും. അതുകൊണ്ട് എനിക്ക് തന്നെ പിടിക്കാൻ പറ്റില്ല. വലിച്ചോണ്ട് എങ്ങനെയോ വലിച്ചു കൊണ്ടുവന്ന് കാലിൻ്റെ ബലം കുറയുന്നതിന് മുമ്പ് കൊണ്ട് ഡൈനിങ് ടേബിളിലെ ചെയറെ കൊണ്ട് ഇരുത്തി. ചെയറെ കൊണ്ട് ഇരുത്തുമ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു വശത്തോട്ട് കോടിയിട്ട് ഹല്ലേലൂയ തുപ്പലിങ്ങനെ ഒഴുകിക്കൊണ്ടിരിക്കുക. സംസാരിക്കാൻ പറ്റുന്നില്ല, വാക്ക് കുഴഞ്ഞുകൊണ്ടിരിക്കുക. എനിക്ക് പറയുന്നതൊന്നും തിരിയുന്നില്ല. ഈ സമയം ഞാൻ ഹല്ലേലൂയ ഇതാ പറഞ്ഞ സമയം തക്കത്തിൽ ഉപയോഗിക്കുന്നതിനെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത് കേട്ടോ. പ്രാർത്ഥനയിൽ എങ്ങനെ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഹല്ലേലൂയ. ഞാൻ ദൈവസന്നിധിയിൽ ഇങ്ങനെ ചോദിച്ചു, പെട്ടെന്ന് എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിയത്തില്ല. ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, നമ്മൾ പുതിയ യായാലുമാരാ. ആദ്യം നമ്മൾ എന്തെടുക്കും? ഫോൺ എടുക്കും. അത് തന്നെ, ഹല്ലേലൂയ. ആദ്യം എടുക്കേണ്ടത് ഫോണാണ്. എനിക്ക് പക്ഷേ ഫോൺ എടുക്കാൻ പറ്റുന്നത് കാരണം ഹസ്ബൻഡ് ഇങ്ങനെ പിടിച്ചേ. കാരണം ഡൈനിങ് ടേബിളിലെ ചെയറയിലാണെങ്കിലും ചെരിഞ്ഞാ പോകുന്നത്, ഞാൻ കൈവിട്ട താഴെ കിടക്കും. അതുകൊണ്ട് ഞാൻ എൻ്റെ കൂടെയുള്ള മോളോട് പറഞ്ഞു, മോളെ ഞങ്ങൾ അവിടെ താമസിക്കുമ്പോൾ പെട്ടെന്ന് വിളിക്കുന്ന 911 ആണ്. ഞാൻ പറഞ്ഞു പെട്ടെന്ന് 911 വിളിക്കാൻ പറഞ്ഞു. നമുക്കറിയാവുന്ന എമർജൻസി നമ്പർ അതാ. ഞാൻ പറഞ്ഞു ഫോൺ എടുത്ത് ആദ്യം വിളിക്കുന്ന 911 വിളിച്ചു. ഈ മോള് പറയുക, ചേച്ചി കണക്റ്റ് ആവുന്നില്ല. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നത്. കാരണം 911 എത്ര നെറ്റ്വർക്ക് ഇല്ലേലും എന്താവണം, കണക്റ്റ് ആവണം. പക്ഷെ മോളോട് ഞാൻ പറയും, മോള് പറയും ചേച്ചി നോക്കുമ്പോൾ ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ട സത്യം, ഡയലിംഗ് എന്ന് കാണിക്കുന്നുണ്ട്, മറുവശത്ത് റിങ് ഇല്ല, ഒന്നുമില്ല, നിശബ്ദം. ഈ മോളോട് ഞാൻ പറഞ്ഞു ഫോൺ ഓഫ് ആക്കിയിട്ട് വിളിക്കും. ഫോൺ ഓഫ് ആക്കി വിളിച്ചു, പിന്നെയും കാണിക്കുക ഡയലിംഗ്. ഞാൻ പറഞ്ഞു കാര്യം ചെയ്യും, എൻ്റെ ഫോൺ ഒന്ന് എടുത്തതാ. മോൾ എൻ്റെ ഫോൺ എടുത്തു. ഞാൻ സ്ക്രീൻ ഓൺ ആക്കിയിട്ട് ഞാൻ നോക്കിയപ്പോൾ എനിക്ക് 911 വിളിക്കാൻ തോന്നുന്നില്ല. ഞാൻ ഏത് പ്രതിസന്ധിയുടെ നടുവിൽ ആദ്യം വിളിക്കുന്നത് എൻ്റെ മമ്മിയാണ്. കാരണം എൻ്റെ മമ്മി പ്രാർത്ഥിക്കുന്ന ഒരു അമ്മയാണ്. ഹല്ലേലൂയ. എൻ്റെ മമ്മി ഇന്നും രോഗശാന്തി നിൽക്കുന്ന ഒരു അമ്മയാണ് കേട്ടോ. ഞങ്ങൾ 4 പെൺകുഞ്ഞുങ്ങളെയും പ്രസവിച്ചത് വീട്ടിലാണ് കേട്ടോ. അപകടം വന്നിട്ട് പോലും ഹല്ലേലൂയ ആശുപത്രി പോകാത്തൊരമ്മയുടെ മോളാണ് ഞാൻ. ഇന്നും ഹല്ലേലൂയ മരണത്തെ ജയിച്ച കർത്താവിൻ്റെ സാന്നിധ്യത്താൽ ജീവൻ്റെ ശക്തി വ്യാപരിക്കുന്ന ഒരു അമ്മയുടെ മോളാണ്. അതുകൊണ്ട് ഞാൻ പറയും, എനിക്ക് പെട്ടെന്ന് എന്തെങ്കിലും രോഗം വന്നാൽ ആദ്യം മമ്മിയെ വിളിക്കും. മമ്മി പ്രാർത്ഥിക്കാൻ പറയും. മമ്മിയോട് പ്രാർത്ഥിക്കാൻ പറഞ്ഞ് 4 വട്ടം ഡയൽ ചെയ്തിട്ടും വാട്സപ്പിൽ നിന്ന് കോള് പോകുന്നില്ല. ഇപ്പം 911 കണക്റ്റ് ആവുന്നില്ല, വാട്സപ്പും കണക്റ്റ് ആവുന്നില്ല. ഞാൻ പെട്ടെന്ന് ഓർത്ത് ഹസ്ബൻഡിൻ്റെ ഫോൺ എടുക്കാം. ഹസ്ബൻഡിൻ്റെ ഫോൺ എടുത്തപ്പോൾ സ്ക്രീൻ ഓൺ ആക്കിയപ്പോൾ എഴുതിയിരിക്കുക നോ നെറ്റ്വർക്ക് കണക്ഷൻ. നിങ്ങൾ ആ അവസ്ഥ ഒന്ന് ഓർത്ത് നോക്കണം കേട്ടോ. സ്ട്രോക്ക് വന്ന് 8 മിനിറ്റിനുള്ളിൽ ഹോസ്പിറ്റലിൽ എത്തിക്കണം, ഇല്ലെങ്കിൽ ഭയാനകം അവസ്ഥ. ഹല്ലേലൂയ. ചെറുപ്പക്കാരാ, ഞാൻ പറഞ്ഞില്ലേ എൻ്റെ കണ്ണിൻ്റെ മുമ്പിൽ 2 കുഞ്ഞുങ്ങൾ നിൽക്കുക, 4ഉം 3ഉം വയസ്സുള്ളത്. എൻ്റെ ആ ഒരു 5 മിനിറ്റത്തെ എൻ്റെ ജീവിതത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അസ്തമിച്ചെന്ന് ഞാൻ ചിന്തിക്കുകയാണ്. എല്ലാം ഞാനിങ്ങനെ ചിന്തിച്ചു കൂട്ടി 5 മിനിറ്റിനുള്ളിൽ. ഹല്ലേലൂയ. ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ നോക്കിയപ്പോൾ മമ്മിയെ കണക്റ്റ് ആവുന്നില്ല. അച്ഛൻ്റെ ഫോണിൽ ഞങ്ങളുടെ വീട്ടിൽ വൈഫൈ ഉണ്ട്, എന്നിട്ട് പോലും നെറ്റ്വർക്ക് ഇല്ല. അപ്പോൾ മോള് പറയാം ചേച്ചി എൻ്റെ ഫോണും വർക്ക് ചെയ്യുന്നില്ല. അപ്പം എനിക്കൊരു കാര്യം മനസ്സിലായി, 3 ഫോണും വർക്ക് ചെയ്യാതിരിക്കണമെങ്കിൽ മറ്റെന്തോ പദ്ധതി ദൈവത്തിനുണ്ട്. അതുകൊണ്ട് ഞാൻ ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക്, എനിക്കറിയാം ദൈവമേ ഇനി വഴിയുള്ളൂ. ചില വഴികൾ ദൈവം അടയ്ക്കുന്ന എന്തിനാണെന്നറിയാമോ? നീ എല്ലാ വഴിയും പരാജയപ്പെട്ട് കഴിയുമ്പോൾ നിന്റെ അപ്പം വെയിറ്റ് ചെയ്യുക. എന്തിനു വേണ്ടി എന്നറിയാമോ? നിന്റെ ഒരു വിളിക്ക് വേണ്ടി. നമ്മൾ പലപ്പോഴും ചെയ്യുന്ന മാനുഷികമായതെല്ലാം കഴിയുമ്പോഴാണ് നമ്മൾ ദൈവത്തിങ്കിലേക്ക് തിരിയുന്നത്. അന്ന് ദൈവം എന്നെ പഠിപ്പിച്ചൊരു വലിയ പാഠമായി ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ശക്തമായിട്ട് എൻ്റെ ഉള്ളിൽ ഇങ്ങനെ തോന്നുന്നുണ്ട് പ്രാർത്ഥിക്കാൻ. ഞാൻ തുറന്നു പറയുക നിങ്ങളോട്, ഉള്ളിലുണ്ട് പ്രാർത്ഥിക്കണമെന്ന്. പക്ഷെ പ്രാർത്ഥിക്കേണ്ടത് എന്താണെന്ന് എനിക്കറിയത്തില്ല. നിങ്ങൾക്ക് അങ്ങനത്തെ അവസ്ഥ വന്നിട്ടുണ്ടോ? ആരെങ്കിലും വെന്റിലേറ്ററെ കിടക്കുമ്പോൾ പുറത്ത് എന്താ പ്രാർത്ഥിക്കേണ്ടെന്ന് ഡൗട്ട് അടിച്ചവരില്ലേ ഇതിനകത്ത്? ജീവൻ മടക്കി തരണമെന്ന് പ്രാർത്ഥിക്കണോ, അതോ ദൈവഹിതം നിറവേറണമെന്ന് പ്രാർത്ഥിക്കണോ? ചിലപ്പോൾ വാക്കുപോലും വായിന്ന് വരാത്ത അവസ്ഥകളുണ്ട്. എൻ്റെ ലൈഫിൽ അത് അന്ന് നടന്നു. എനിക്ക് പ്രാർത്ഥിക്കണമെന്നറിയാം, പക്ഷെ എന്ത് പ്രാർത്ഥിക്കണമെന്ന് അറിയത്തില്ല. ഞാനിങ്ങനെ ടെൻഷൻ അടിച്ചപ്പോൾ എനിക്ക് ഒരു കാര്യം, ഒരു കൈ കൊണ്ട് ഹസ്ബൻഡിനെ പിടിച്ചിട്ട് ഒരു കൈ ഞാനിങ്ങനെ സ്വർഗത്തിലേക്ക് ഉയർത്തിയിട്ട് ഇന്ന് ഓർമ്മയുണ്ട്, ഞാൻ നിലവിളിച്ചുകൊണ്ട് ഒരൊറ്റ കാര്യം ചോദിച്ചു, കർത്താവേ ഒറ്റ ഫോണിലും കോള് പോകുന്നില്ല, ആരെയും വിളിച്ചിട്ട് കിട്ടുന്നില്ല. ഈ രാത്രി 10:30 സമയം. അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ചോദിച്ചത്, ഈ രാത്രി ഞാൻ ആരെയാ വിളിക്കേണ്ടത്? ആരാ ഞങ്ങളെ സഹായിക്കാൻ വരുന്നത്? എൻ്റെ ദൈവമേ എന്നെ സഹായിപ്പാൻ ഓടി വരണേ എന്ന് പ്രാർത്ഥിച്ചു.
ഇത്രയും പറഞ്ഞത് എനിക്ക് ഓർമ്മയുണ്ട്. ജീവിതത്തിലെ എനിക്ക് മറക്കാനാവാത്തൊരു രാത്രിയാന്ന്. അതുവരെ ഞാൻ ദൈവശബ്ദം കേട്ടിട്ടുണ്ട്, കർത്താവ് അടുത്ത് വന്ന് സംസാരിക്കുന്നൊക്കെ കേട്ടിട്ടുണ്ടെങ്കിലും അന്ന് ലിറ്ററലി ഞാൻ എൻ്റെ ദൈവത്തിൻ്റെ ശബ്ദം എൻ്റെ കാതിൽ കേട്ടു. ഹല്ലേലൂയ. കൈ ഇങ്ങനെ ഉയർത്തിപ്പിടിക്കുമ്പോൾ എൻ്റെ ഈ വലത്തെ വശത്തെ ചെവിയുടെ അടുത്ത് ചൂട് അനുഭവിക്കാൻ തുടങ്ങി. ഈ ചൂടിനകത്തുനിന്ന് ഒരു ശബ്ദം ഞാൻ കേൾക്കുക, എന്നെ വിളിച്ചപേക്ഷിക്ക, ഞാൻ നിനക്ക് ഉത്തരമരുളും. നീ അറിയാത്തത്, മഹത്വമായത്, അഗോചരമായത് ഞാൻ നിനക്ക് വേണ്ടി ചെയ്യും. അന്ന് വരെ ഞാൻ നോക്കിയപ്പോൾ അത് വെറും എനിക്കൊരു വാക്യമാ. ഞാൻ തുറന്നു പറയുക, അന്ന് വരെ എനിക്കത് വെറും വാക്യമാ. എന്നാ പഠിച്ച സിസ്റ്ററെ? 10 വയസ്സുള്ളപ്പോൾ പഠിച്ചതാ. എന്തിനു വേണ്ടിയാ പഠിച്ചത്? ചർച്ച് ഫ്രണ്ടി വന്ന് പറയാൻ. ആ വാക്യമായിട്ട് സിസ്റ്ററിന് വല്ല ബന്ധമുണ്ടോ? ഒരു ബന്ധവും ഇല്ല. ശരിക്കും 66 പുസ്തകത്തിൽ ഓരോ വാക്യം എടുത്തിട്ട് ചോദിക്കണം, ഈ വാക്യത്തിന് എനിക്കുമായിട്ട് വല്ല ബന്ധമുണ്ടോ? പകുതി വാക്യത്തിന് നിങ്ങളോട് പറയുന്ന വാക്കെന്നാ? എനിക്ക് ആ വാക്യമായിട്ട് ഒരു ബന്ധവും ഇല്ല. നമുക്കാകെ ബന്ധമുള്ള വാക്യം എന്നാ? എൻ്റെ ദൈവമോ നിങ്ങളുടെ ബുദ്ധിമുട്ടൊക്കെ മഹത്വത്തോടെ. അതല്ലാത്ത ഒരു വാക്യമായിട്ട് എനിക്ക് തോന്നില്ല ആർക്കും വലിയ ബന്ധമുണ്ടെന്ന്. പിന്നെ ഒരു വാക്യം കൂടെ ഉണ്ട്, എന്താ? ഒന്നിനെക്കുറിച്ചും. പക്ഷെ ഞാൻ ആ വാക്യം വായിക്കും പറയും, നമ്മളിത് വിചാരപ്പെട്ടോണ്ടല്ലേ ആ വാക്യം. അതാ ഞാൻ പറയും ബന്ധമില്ലെന്ന്. ശരിക്കും നമ്മൾ പറയുന്നതെല്ലാം പരസ്പര ബന്ധമില്ലാത്ത കാര്യങ്ങളും എല്ലാവാ. എന്നാൽ അന്നും എനിക്കും ഇങ്ങനെയായിരുന്നു. ഞാനും ആ കൂട്ടത്തിലുള്ള ആളാ. വാക്യമായിട്ടൊരു ബന്ധവും ഇല്ല. പെട്ടെന്ന് എനിക്ക് തോന്നി ഇതൊരു വാക്യമല്ലേ. റെഫറൻസ് വരെ മറന്നുപോയി ടെൻഷൻ കൊണ്ട്. പെട്ടെന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. അപ്പോൾ ഒരു മിനിറ്റ് കൊണ്ട് നടന്ന കാര്യമാണ് പറയുന്നത്. എനിക്കൊരു കാര്യം മനസ്സിലായി, വെറുതെ അല്ല ഫോണൊന്നും. സ്വർഗം അടച്ചാൽ പിന്നെ ഈ ഭൂമിയിൽ ഏതെങ്കിലും കണക്ഷൻ വർക്കാവുമോ? വർക്കാവത്തില്ല. ചിലരെയൊക്കെ ദൈവത്തിലോട്ട് അടുപ്പിക്കണമെങ്കിൽ, ചില അടുത്ത സ്റ്റെപ്പിലേക്ക് കടത്തണമെങ്കിൽ ഒരു ശോധനയുടെ കാലം ദൈവം അനുവദിക്കും. എന്തിനെന്നറിയാമോ? വചനത്തിന്റെ ശക്തി പഠിപ്പിക്കുവാൻ, ദൈവം ആരെന്ന് ഒരിക്കൽ കൂടി തെളിയിച്ചു തരാൻ. എൻ്റെ ജീവിതത്തിൽ ആ വാക്യത്തിന് ഭയങ്കര ശക്തിയാ. അപ്പം എനിക്ക് മനസ്സിലായി, കർത്താവിനെ വിളിച്ചപേക്ഷിച്ചിട്ടേ കാര്യമുള്ളൂ. അപ്പോഴാണ് ഞാൻ നോക്കി, ഈ അഭിഷേകം പ്രാപിച്ച മോൾ എൻ്റെ അടുക്ക് നിൽക്കുക. ആ മോൾ എന്നോട് ചോദിക്കുക, ചേച്ചി എന്തുവാ ചെയ്യണ്ടേ? ഞാൻ പറഞ്ഞു, മോളെ നമുക്ക് അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാം. അഭിഷേകത്തിൽ പ്രാർത്ഥിക്കാന്ന് ഞാൻ പറയുമ്പോൾ ഞാൻ ഉദ്ദേശിക്കുന്നത് എന്നറിയോ? മലയാളത്തിൽ പ്രാർത്ഥിക്കുക, പിന്നെ ശക്തിയിലങ്ങ് പ്രാർത്ഥിക്കുക. ഭയങ്കര ശബ്ദത്തിൽ പ്രാർത്ഥിക്കുന്നതാണ് ആത്മാവിലുള്ള പ്രാർത്ഥന. എന്നാൽ ഞാൻ പ്രാർത്ഥിക്കാൻ വേണ്ടി സ്തോത്രം പറഞ്ഞു തുടങ്ങിയപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. ഞാൻ പറഞ്ഞില്ലേ പ്രാർത്ഥിക്കേണ്ടത് എന്തെന്ന്. ഇപ്പം നിങ്ങൾ ചോദിക്കും, എന്തോ സിസ്റ്ററെ ഭർത്താവിനെ വിടുവിക്കണമെന്ന് പ്രാർത്ഥിച്ചാൽ പോരെയെന്ന്. അല്ലേ? എനിക്ക് ഈസിയാ. പക്ഷെ എൻ്റെ പ്രശ്നം ഇതാ, ഞാൻ എന്തോ പ്രാർത്ഥിക്കേണ്ട? കർത്താവെ ഫോണിൽ നെറ്റ്വർക്ക് വരണം, 911 വിളിച്ച് ഡോക്ടർമാർ വന്ന് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ട്രീറ്റ് ചെയ്ത് വിടുവിക്കണം. അതാണ് ആദ്യത്തെ പ്രാർത്ഥന. രണ്ടാമത്തെ പ്രാർത്ഥന, ദൈവം ഇറങ്ങി വന്ന് എന്ത് ചെയ്യണം? അത് എനിക്ക് സത്യം പറഞ്ഞാൽ ലാസ്റ്റ് ഓപ്ഷനാണ്. പക്ഷെ നമുക്ക് സന്തോഷം എന്നാ, ഒന്ന് ആശുപത്രിയിലൊക്കെ ഒന്ന് പോയി 2 ദിവസം കടന്ന് അല്ലേ ഒന്ന് വിടുതൽ പ്രാപിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ എൻ്റെ പ്രാർത്ഥന എന്താ? കർത്താവ് നെറ്റ്വർക്ക് വരണമെന്നാ. കർത്താവിന് ഇത് അറിയാം. അതിനാണ് നമുക്ക് ഒരാളെ സഹായിക്കാൻ തന്നിരിക്കുന്നത്, പരിശുദ്ധാത്മാവ്. നമ്മൾക്ക് എവണ്ണം പ്രാർത്ഥിക്കണമെന്ന് അറിയില്ല. ചില ഉദ്ദേശം നമ്മൾ പ്രാർത്ഥിക്കുന്ന നടക്കാത്തതിൻ്റെ കാര്യം നമ്മൾ പ്രാർത്ഥിക്കുന്ന ഇതുവരെ ദൈവം അക്സെപ്റ്റ് ചെയ്തിട്ടില്ല. കാരണം നമുക്ക് പ്രാർത്ഥിക്കേണ്ടത് എങ്ങനെയെന്ന് അറിയത്തില്ല. അന്ന് ദൈവാത്മാവ് എന്ത് ചെയ്തെന്നറിയാമോ? പ്രാർത്ഥിക്കേണ്ടത് എന്തെന്നറിയാതെ ടെൻഷൻ അടിക്കുന്ന ഞാനിങ്ങനെ പറഞ്ഞു, കർത്താവെ ഞാൻ എന്തുവാ പ്രാർത്ഥിക്കേണ്ടത്? അങ്ങയുടെ ഹിതം നടക്കാൻ പ്രാർത്ഥിക്കണോ? എനിക്കെല്ലാം നഷ്ടമാകും. ഉള്ളിൽ ഇങ്ങനെ ഇത് കടൽ പോലെ തിര പോലെ ഇങ്ങനെ ഉയർന്നു വരുമ്പോൾ ഞാൻ പോലും അറിയാതെ ആദ്യമായി എൻ്റെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് എൻ്റെ പ്രാർത്ഥന ഏറ്റെടുത്തു. ഞാൻ നോക്കിയപ്പോൾ ഞാൻ പോലും അറിയാതെ ഞാൻ അന്യഭാഷ പറഞ്ഞു തുടങ്ങി. ഇന്ന് ഒരുപാട് പുതിയ ബന്ധുക്കോസുകാർ ഇറങ്ങിയിട്ടുണ്ട്, അന്യഭാഷ കളിയാക്കുന്നവര്. ഹല്ലേലൂയ, നിനക്ക് കളിയാക്കാം, പക്ഷെ അതിൻ്റെ മേൽ വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട് കേട്ടോ. നീ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നീ ദൈവത്തിനോടാ പ്രാർത്ഥിക്കുന്നത്. ഹല്ലേലൂയ. സാത്താന്യ മണ്ഡലങ്ങൾക്ക് അത് തിരിച്ചറിയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പാരമ്പര്യത്തിന്റെ കെട്ടുകളെ നശിപ്പിക്കുവാൻ അതിന് കഴിയും. ഹല്ലേലൂയ. ഞാൻ അന്യഭാഷയെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഞാൻ നോക്കിയപ്പോൾ നമ്മുടെ അഭിഷേകം പ്രാപിച്ച മോളും കൂടെ അന്യഭാഷയെ പ്രാർത്ഥിക്കുന്നു. ഓർക്കണം, ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വന്നതാണേ. ആ കൊച്ചൊരു ബന്ധുക്കോസ് ചർച്ചിൽ പോയിട്ടില്ല, അത്ഭുതങ്ങളും അടയാളങ്ങളും കണ്ടിട്ടില്ല. ആ കൊച്ചു കേട്ടിട്ടേ ഉള്ളൂ. ഞാൻ എപ്പോഴും ഞങ്ങൾക്ക് കിട്ടിയ രോഗസൗഖ്യമൊക്കെ പറയും. ഞാനും കുറച്ച് നാളൊക്കെയാണ് ഞാൻ നേഴ്സിങ്ങിനൊക്കെ പോയി കഴിഞ്ഞാൽ മരുന്ന് ഉപയോഗിക്കാൻ തുടങ്ങി. അതുവരെ ഞങ്ങൾ ആരും മരുന്ന് എടുത്തിട്ടില്ല, വാക്സിൻസ് എടുത്തിട്ടില്ല. ഞങ്ങൾ 4 മക്കളും ആശുപത്രിയിൽ പോയിട്ടില്ല, ആശുപത്രി കണ്ടിട്ടില്ല. അതുകൊണ്ട് ഞങ്ങളുടെ എല്ലാം ഫെയ്ത്ത് ഹോമിലാണ്. മനസ്സിലായോ? പനി വന്നാൽ പ്രാർത്ഥന, വലിയ അസുഖം വന്നാലും പ്രാർത്ഥന.
ഈ പ്രാർത്ഥന മാത്രമേ ഞങ്ങൾക്ക് അറിയത്തുള്ളൂ. എന്നാൽ പരിശുദ്ധാത്മാ വന്ന് എന്നെ കാരണം ശുശ്രൂഷയ്ക്ക് ഇറങ്ങി ഞാൻ, കർത്താവിന് പഠിപ്പിക്കണ്ടേ. ഹല്ലേലൂയ. വെറുതെ പ്രസംഗിക്കുന്നതല്ല, ജീവിതത്തിൽ ഉണ്ടായിട്ട് പ്രസംഗിക്കുമ്പോഴാണ് പരിശുദ്ധാത്മാ അവിടെ പ്രവർത്തിക്കുന്നത്. ഹല്ലേലൂയ. പ്രസംഗം വാക്കുകളാലല്ല, ജീവിതം കൊണ്ട് പ്രസംഗിക്കണം. ഹല്ലേലൂയ. ജീവിതത്തിന്റെ അനുഭവം വേണം ഓരോ വാക്യങ്ങൾ പറയുമ്പോൾ. അന്ന് പരിശുദ്ധാത്മാവ് എന്നെ, ഞാൻ പോലും അറിയാതെ അന്യഭാഷയെ പ്രാർത്ഥിച്ചു തുടങ്ങി. ഈ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ ബലഹീനതയിൽ തുണ നിൽക്കുന്നു, എവണ്ണം പ്രാർത്ഥിക്കണോ നിങ്ങൾക്ക് അറിയത്തില്ലെന്നുള്ള വാക്യമൊക്കെ എനിക്ക് അപ്പോഴാണ് തിയറി മനസ്സിലായി, അന്ന് പ്രാക്ടിക്കലും മനസ്സിലായി. സത്യോ, പ്രാർത്ഥിക്കേണ്ടത് അറിയില്ല. എന്നാൽ പരിശുദ്ധാത്മാ പ്രാർത്ഥിച്ചു തുടങ്ങി, തന്നെ ഈ പ്രാർത്ഥന സ്റ്റോപ്പായി. ഞാൻ കണ്ണടച്ചാ പ്രാർത്ഥിച്ചേ. പക്ഷെ എനിക്കൊരു കാര്യം അറിയാം, എൻ്റെ തല തൊട്ട് കാല് വരെ ചൂട് വ്യാപരിക്കുന്നുണ്ട്. ഈ മോളും കയ്യെ പിടിച്ചിട്ടുണ്ട്. ഈ മോൾ അഭിഷേകത്തിൽ ഭയങ്കര ശക്തിയിൽ ആരാധിക്കും, ഞാനും ആരാധിക്കുക. ഞാൻ പക്ഷെ പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ആമേ പറഞ്ഞപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ ഞാൻ ഇതുവരെ പ്രാർത്ഥനാ വിഷയം കർത്താവിനോട് അങ്ങനെ ഒരു പ്രശ്നമുണ്ട് നമുക്ക്. നമ്മൾ അന്യഭാഷ നമ്മുടെ വിചാരം, അയ്യോ പറയേണ്ടതൊന്നും കർത്താവിനോട് പറഞ്ഞു. നമുക്ക് മലയാളത്തിലൊന്ന് പ്രാർത്ഥിച്ചാൽ എന്ത് കിട്ടത്തുള്ളൂ? ഒരു സംതൃപ്തി കിട്ടത്തുള്ളൂ. എനിക്കും ആ സംതൃപ്തി കുറവ്. അപ്പോൾ ഞാൻ ഓർത്തു, അയ്യോ പറഞ്ഞില്ലല്ലോ, ഇനി അത് പറയണ്ടേ. ഞാൻ പറഞ്ഞില്ലേ? അപ്പോൾ പറഞ്ഞു. ആര് പറഞ്ഞു എനിക്ക് വേണ്ടി? പരിശുദ്ധാത്മാവ് എന്തായിരിക്കും പ്രാർത്ഥിക്കുന്നത്? നിങ്ങൾ പറ. അക്സ പ്രാർത്ഥിക്കുന്നത് 911 കിട്ടണേന്നാ. അക്സ മലയാളത്തിൽ പ്രാർത്ഥിക്കുന്ന ഡോക്ടർ വരണേന്നാ. അക്സ പറ എന്റെ ഭർത്താവിനെ മടക്കി തരണേന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് എന്താ പ്രാർത്ഥിച്ചെന്നറിയാമോ? ഇവൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാ, ഇവന്റെ മേലുള്ള ദൈവിക നിയോഗം വെളിപ്പെടണമെന്നാ പ്രാർത്ഥിച്ചത്. പരിശുദ്ധാത്മാവ് ദൈവത്തിന്റെ ഹൃദയം മനസ്സിലാക്കി നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. മനസ്സിലായോ? ഇന്ന് വായിച്ച വാക്യത്തിനകത്ത് അത് എഴുതിയിട്ടുണ്ട്. ബുദ്ധിഹീനരാകാതെ കർത്താവിന്റെ ഇഷ്ടം ഇന്നതെന്ന് ഗ്രഹിച്ചുകൊള്ളുവീൻ. അപ്പൊ ഇന്നതെന്ന് ഗ്രഹിക്കണമെങ്കിൽ നമ്മളെ ഇന്നതെന്ന് ഗ്രഹിപ്പിക്കുന്ന ആള് കൂടെയുണ്ട്. അദ്ദേഹത്തിന്റെ പേരാ പരിശുദ്ധാത്മാവ്. കർത്താവിന്റെ ഇഷ്ടം പോലെ നമ്മൾ പ്രാർത്ഥിച്ചാൽ അതിനെന്തുണ്ട്? ഉത്തരവുണ്ട്. പക്ഷെ പലപ്പോഴും ഉത്തരം കിട്ടാത്ത എന്തുകൊണ്ടാ? കർത്താവിന്റെ ഇഷ്ടം തിരിച്ചറിഞ്ഞല്ല. നമ്മൾ ഇന്നും പ്രാർത്ഥിക്കുന്ന നമ്മുടെ ഇഷ്ടമല്ലേ? അല്ലേ? അതേന്ന് നടന്നത് പറഞ്ഞിട്ട് പെട്ടെന്ന് നിർത്തുക. പെട്ടെന്ന് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണു തുറന്നപ്പോൾ, അപ്പം ഞാൻ പ്രാർത്ഥന കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഫീൽ ചെയ്ത്, അതുവരെ ഞാൻ വെയിറ്റ് ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ ഇങ്ങനെ താങ്ങി പിടിച്ചേക്കുമല്ലേ, ഒരു ബോഡിയുടെ മൊത്തം വെയിറ്റ് എൻ്റെ ഈ കയ്യിലുണ്ട്. പിന്നെ പ്രാർത്ഥിച്ച് കഴിഞ്ഞ് ആമേൻ പറഞ്ഞപ്പോൾ ഓർത്ത വെയിറ്റ് ഫീൽ ചെയ്യുന്നില്ല. പെട്ടെന്ന് ഞാൻ മുഖത്തോട്ട് നോക്കി, കാരണം അതുവരെ ഇങ്ങനെ ഒഴുകുക. ഒരു വശത്തോട്ട് മുഖം കോടിപ്പോയി, മൂക്ക് കോടി, കണ്ണ് താന്ന് കിടക്കുകയാ, അല്ലെങ്കിൽ കൈ ഇങ്ങനെ തളർന്നുപോയി, കാലും തളർന്നുപോയി. ഞാൻ ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന എൻ്റെ ഹസ്ബൻഡ് പ്രാർത്ഥന കഴിഞ്ഞ് കണ്ണ് തുറങ്ങിയപ്പോൾ ദാണ്ട് മുഖം നേരെ ഇരിക്കുന്നു. അല്ലല്ലയോ, കോടല് മാറി, കൈ ദാണ്ട് ചലിക്കുന്നു, കാല് ചലിക്കുന്നു. അപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. മരിച്ചവരെ ജീവിപ്പിക്കുകയും ഇല്ലാത്തതിനെ ഉള്ളതിനെ പോലെ വിളിച്ചു വരുത്തുവാൻ കഴിവുള്ള സർവശക്തനായ എൻ്റെ കർത്താവ് അന്ന് മുറിയിൽ ഇറങ്ങി വന്നു, വിടുതലയച്ചു എന്ന്. നിങ്ങൾ എന്നോട് ചോദിക്കുക, പരിശുദ്ധാത്മാവിന് എന്ത് ചെയ്യാൻ കഴിയും? നീ സമയം പാഴാക്കാതെ മുട്ടുമടക്കിയ നിന്റെ വിഷയത്തിന്റെ മേൽ, അസ്തമിച്ചു എന്ന് പറയുന്ന വിഷയങ്ങളുടെ മേൽ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. ഹല്ലേലൂയ. തളർന്നുപോയെന്ന് കണ്ടത് ഞാൻ മാത്രമല്ല, എൻ്റെ 2 കുഞ്ഞുങ്ങള്, ഈ മോളും കണ്ടതാ. അവള് കണ്ടത് കൊണ്ട് അവള് ഷോക്കായിപ്പോയി. ഞാൻ നോക്കിയപ്പോൾ അതുവരെ കുഴഞ്ഞു സംസാരിച്ച എൻ്റെ ഹസ്ബൻഡ് സംസാരിക്കുന്ന എനിക്ക് തിരിയും. ഇനിയും പറയാം. വിടുതൽ കിട്ടിക്കഴിഞ്ഞപ്പം ഞാൻ നോക്കിയപ്പോൾ ദാണ്ട് 3 ഫോണിൽ നെറ്റ്വർക്ക് വന്നു. ഈ മോൾ ഓടിപ്പോൾ അവളുടെ പേരൻസിനെ വിളിച്ചു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് ഫോൺ എടുത്ത് ഞങ്ങളുടെ ചർച്ചിലെ ഒരു ചേച്ചിയെ വിളിച്ചു. അവരോടി വന്നു. കണ്ടപ്പം എന്നോട് ചോദിച്ചു, എന്താ പറ്റിയേ? ഞാൻ പറഞ്ഞു, ചേച്ചി സ്ട്രോക്ക് പോലെ. ഓ, സ്ട്രോക്ക് പോലോ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നില്ലോ, കാരണം സ്ട്രോക്ക് വന്നാൽ കാണണമല്ലോ. ഞാൻ പറഞ്ഞു, സത്യമായിട്ട് സ്ട്രോക്ക് വന്നു, നിനക്ക് തോന്നിയതായിരിക്കും. അപ്പം എൻ്റെ ഹസ്ബൻഡ് സ്ട്രോക്കിൽ ഉള്ള വാർഡില്ല ജോലി ചെയ്യുന്നത്, അവിടെ അദ്ദേഹം പറഞ്ഞു, അല്ല സ്ട്രോക്കാ. എന്നാലും അവരുടെ ഒരു സന്തോഷത്തിനും മെഡിക്കൽ ഫീൽഡ് അവിടെ നമ്മൾ റിപ്പോർട്ട് കൊടുക്കേണ്ടതുകൊണ്ട് പെട്ടെന്ന് എന്ത് ചെയ്യുന്നറിയോ, ഹോസ്പിറ്റലിൽ കൊണ്ട് അവരെല്ലാ ടെസ്റ്റ് റൺ ചെയ്തു, CT സ്കാൻ എടുത്തു. അവരെല്ലാം പറഞ്ഞു നോ സ്ട്രോക്ക് ഇല്ല. അപ്പം ഞാൻ ഓർത്തു, ദൈവമേ, നമുക്കത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷം അല്ലേ? CT സ്കാനിൽ ഇത് സ്ട്രോക്ക് അല്ലെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷമൊക്കെ ആയിട്ടിരുന്നപ്പോൾ അവർ പറഞ്ഞു, നമുക്ക് പക്ഷേ MRI കൂടെ ചെയ്യണം. എന്നാൽ MRI ചെയ്യാം എന്നോർത്ത് MRI വെളുപ്പിനെ ചെയ്തപ്പോൾ ഞങ്ങളുടെ ന്യൂറോളജിസ്റ്റ് ഡോക്ടർ എൻ്റെ റൂമിൽ വന്നിട്ട് ഞങ്ങളോട് പറഞ്ഞു, എൻ്റെ ഹസ്ബൻഡ് പീറ്റേഴ്സൺ
എനിക്ക് സങ്കടമുണ്ട് ഇത് നിന്നോട് പറയുന്നത്. ബിക്കോസ് നീ വെറും 40 വയസ്സേ ഉള്ളൂ. നിനക്ക് ഒരു 40 വയസ്സുകാരൻ ഈ പ്രായത്തിൽ ഇത് വരണോന്ന് ചോദിച്ചാൽ വരേണ്ട കാര്യമില്ല. കാരണം നിന്റെ കൊളസ്ട്രോൾ നോർമൽ, ബ്ലഡ് പ്രഷർ നോർമൽ, ഷുഗർ നോർമൽ, നിനക്കൊന്നും അബ്നോർമൽ ആയിട്ടില്ല. ഇത്രയും ഹെൽത്തി ആയിട്ട് ഒരാൾക്ക് സ്ട്രോക്ക് വരിക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റത്തില്ല. പക്ഷേ നിന്റെ റൈറ്റ് സൈഡ് ഓഫ് ദ ബ്രെയിനിൽ നിനക്കൊരു മൈനർ സ്ട്രോക്ക് വന്നു. ഞങ്ങൾക്ക് MRIയിൽ അത് കാണാൻ പറ്റുന്നുണ്ട്. പക്ഷെ ഞങ്ങളെ അത്ഭുതപ്പെടുത്തിയത്, സാധാരണ സ്ട്രോക്ക് വന്ന് എന്ത് വരണം? ക്ലോട്ട് വരണം. ആ ക്ലോട്ട് അവിടെ ഇല്ല, അത് ഡൈല്യൂട്ടായിപ്പോയി. ഞങ്ങൾക്ക് മരുന്ന് തരാൻ പറ്റിയില്ല അതുകൊണ്ട്. പക്ഷെ ഈ മരുന്ന് തരുന്നതിന് മുമ്പ് ആ ക്ലോട്ട് എവിടെ പോയെന്ന് ഞങ്ങൾക്ക് കണ്ടുപിടിക്കണമെന്ന്. നിങ്ങൾ ആരും ദൈവത്തെ സ്തുതിച്ചില്ലെങ്കിൽ ഞാൻ സ്തുതിക്കും. എനിക്കറിയാം ആ ക്ലോട്ട് എവിടെ പോയെന്ന്. ഹല്ലേലൂയ. വചനം പറയുന്നു, കർത്താവിനെ മരിച്ചവരുടെ ഇടയിൽ നിന്ന് ഉയർപ്പിച്ച പുനരുദ്ധാനത്തിന്റെ ശക്തി നിന്റെ ജീവിതത്തിൽ വ്യാപരിച്ചാലുണ്ടല്ലോ, ക്യാൻസർ അല്ല, നിന്നെ ഒതുക്കുമെന്ന് പറയുന്ന, മരണത്തിന് കീഴ്പ്പെടുത്തും എന്ന് പറയുന്ന ഏത് രോഗവും ഇന്ന് ഈ സമയം അത് അപ്രത്യക്ഷമായി പോകും. ഹല്ലേലൂയ. ദൈവത്തിന്റെ പുനരുദ്ധാനത്തിന്റെ ശക്തി എന്ന് പറഞ്ഞാൽ എന്തുവാ? മരിച്ച് 4 ദിവസം കഴിഞ്ഞ് അസ്ഥിയോടും മാംസത്തോടും വിട്ടതിനെ പോലും ഹീലിംഗ് നടത്താൻ കർത്താവിന് കഴിയും. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്തുവാ? സമയം പറ. സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ഏതിനുപയോഗിക്കണം? പ്രാർത്ഥിക്കാൻ ഉപയോഗിക്കണം. അന്ന് സ്ട്രോക്ക് വന്നു എന്ന് പറഞ്ഞു. പക്ഷേ ഡോക്ടർ പറഞ്ഞു അവിടെ ക്ലോട്ടില്ല. ക്ലോട്ടില്ലെന്ന് പറഞ്ഞപ്പോൾ അച്ഛൻ പറയാം നമുക്ക് പെട്ടെന്ന് വീട്ടിൽ പോകാം. അപ്പം എൻ്റെ ഹസ്ബൻഡ് ഒരു പ്രത്യേകത, ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുമ്പോഴൊക്കെ നിങ്ങൾ വിചാരിക്കും അല്ലേ ഭയങ്കര ഒരു, എൻ്റെ ഹസ്ബൻഡ് ഒട്ടും സംസാരിക്കാത്ത ആളാണ്, ശാന്തനാ. എല്ലാവരോടും സംസാരിച്ച് 1-2 വാക്കൊക്കെ പറയത്തുള്ളൂ, അധികം സംസാരിക്കത്തില്ല. അപ്പം ഞാൻ എപ്പോഴും എൻ്റെ ഹസ്ബൻഡോട് പറയാം, അച്ഛാ നമ്മൾ കർത്താവിനെ കുറിച്ച് എവിടെ പോയാലും പറയണം. അപ്പം അച്ഛൻ പറയും, നിന്നെ പോലെ എനിക്ക് പറയാൻ അറിയത്തില്ല, നിനക്ക് എപ്പോഴും ടെസ്റ്റ് മണി ഉണ്ട്, നിനക്ക് ഒത്തിരി ടെസ്റ്റ് മണി ഉള്ളതുകൊണ്ട് നിനക്ക് വാദം വരാതെ പറയാം. എനിക്ക് അങ്ങനെ ടെസ്റ്റ് മണിയൊന്നും ഇല്ല. ഇതിങ്ങനെ പരാതി ദൈവം കേട്ടോണ്ടിരിക്കുവായിരുന്നു. നീ വാ തുറക്കത്തൻ്റെ കാര്യം എന്നാ പറ. ടെസ്റ്റ് മണി ഇല്ല. അപ്പൊ കർത്താവ് പറഞ്ഞു ഒരു ടെസ്റ്റ് തരാം, അപ്പൊ നിനക്ക് എന്താവും പറ. ടെസ്റ്റ് മണിയാവും. ഇന്ന് ചിലരങ്ങനെ എന്താ ഞാൻ ഈ ടെസ്റ്റിൽ കൂടെ പോകുന്നെന്ന് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ചിലരോട് പറയാ നിന്നെ സാക്ഷിയാക്കണമെന്ന് ദൈവത്തിന് ആഗ്രഹമുണ്ട്. ടെസ്റ്റ് മണി ഇല്ലാതെ സാക്ഷിയാകാൻ പറ്റുമോ? ചില ടെസ്റ്റ് ദൈവം അനുവദിക്കുന്നുണ്ടല്ലോ. നാളെ കർത്താവിന്റെ നാമത്തിനു വേണ്ടി അനേകരോട് പോയി നിന്റെ സാക്ഷ്യം പറയാനാ. നമ്മുടെ ഇന്നത്തെ സാക്ഷ്യം എന്താണെന്നറിയോ? ഇന്ന് ഏറ്റവും കൂടുതൽ പേര് പറയുന്നത് എന്താണെന്നറിയോ? അബ്രഹാമിന്റെ ദൈവം, ഇസ്ഹാക്കിന്റെ ദൈവം, യാക്കോബിന്റെ ദൈവം. എൻ്റെയും ദൈവം സത്യം. ആൻറ്റി ഞാൻ പറയുന്നത് അബ്രഹാമിന്റെ ഇസ്ഹാക്കിന്റെ യാക്കോബിന്റെ കൂടെ അവിടെ നിർത്തത്തില്ല. ഞാൻ പറയും അക്സയുടെ ദൈവം ഇല്ലേ? നമ്മളിപ്പോഴും പറയാത്തതിന്റെ കാരണം അക്സയുടെ ദൈവം എന്ന് പറഞ്ഞാൽ അക്സയ്ക്ക് ആ ദൈവത്തെ രുചിച്ചറിയണം. അബ്രഹാമിന്റെ ദൈവം എന്ന് പറയാൻ അബ്രഹാമിന്റെ വിശ്വാസമാ. നിങ്ങളുടെ പേര് അവിടെ കൂട്ടിച്ചേർക്കാൻ ഇന്ന് നിങ്ങൾക്ക് കഴിയുമോ? പറ്റും, സമയം തക്കത്തിൽ ഉപയോഗിച്ച. നമുക്കെല്ലാത്തിനും സമയമുണ്ട്, മനസ്സിലായോ? നമുക്കെല്ലാത്തിനും സമയമുണ്ട്. ശരിക്കും നമ്മൾ ദൈവത്തിന് കൊടുക്കുന്ന സമയം ഏതാ? എല്ലാം കഴിഞ്ഞ് അവസാനം. സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ പറ്റുമോ? അപ്പം പറ്റത്തില്ല. എന്നാൽ ഞാനൊരു കാര്യം പറയാം. എൻ്റെ മമ്മി ഞങ്ങളോട് പറയുന്നൊരു വാക്കുണ്ട്, കഷ്ടത വരുന്നതിന് മുമ്പ്. എൻ്റെ മമ്മിയുടെ ഒരു പ്രത്യേകത ഞാൻ പറഞ്ഞില്ലേ, നിങ്ങൾ ഓർക്കല്ലേ എന്തുകൊണ്ട് അമ്മയെക്കുറിച്ച് പറഞ്ഞു? സ്ത്രീകളായതുകൊണ്ട് നിങ്ങളുടെ എൻകറേജ്മെൻറ്റിനാണ് പറയുന്നത്. ബൈബിളിലെ സ്ത്രീകളെക്കുറിച്ച് മാത്രം പറഞ്ഞാൽ പോരല്ലോ അല്ലേ? ഇന്നും അങ്ങനെ ജീവിക്കുന്നവരുണ്ടെന്ന്. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങളുടെ വീട്ടിലെല്ലാം സന്തോഷമായിട്ട് പോകുമ്പോൾ നമ്മൾ ഓർക്കത്തില്ല, എല്ലാം ഭയങ്കര സന്തോഷം വരുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്? ഒരു നല്ല ഫുഡൊക്കെ ഉണ്ടാക്കി എല്ലാവരും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് ആഗ്രഹിക്കും അല്ലേ? അങ്ങനെ സന്തോഷം വരുമ്പോൾ ഞാൻ മമ്മിയോട് പറയും, മമ്മി എല്ലാ സമാധാനത്തിലാണ് പോകുന്നത്, നമുക്കൊരു ഫുഡൊക്കെ ഉണ്ടാക്കിയാലെന്ന് മമ്മി പറയും. എല്ലാ സമാധാനത്തിലാണ് പോകുന്നല്ലേ? എന്നാൽ സൂക്ഷിക്കണം, ഇരുന്ന് പ്രാർത്ഥിക്കേണ്ട സമയമാണ്. അങ്ങനെ സന്തോഷം തോന്നുമ്പോൾ ഞങ്ങളുടെ മമ്മിയെ കാണത്തില്ല. എവിടാന്നറിയോ? പ്രാർത്ഥനാ മുറി കാണും. 24 മണിക്കൂറും കിട്ടിയ മമ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. അപ്പം ഞാൻ അവർക്ക് എങ്ങനെ ഈ പ്രാർത്ഥിക്കും? മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, മോനെ ഇപ്പം ഈ സമാധാനത്തിന് കാരണം എന്നാണെന്നറിയോ? നമ്മൾ ആത്മാവി പ്രാർത്ഥിക്കുമ്പോൾ ശത്രുവിനെ വഴി തടയുന്നത് കൊണ്ടാണ്. ഞാനിവിടെ പ്രാർത്ഥന നിർത്തിയ മതില് പൊളിച്ച് ശത്രു അകത്ത് കയറും. ഇന്ന് ആൻറ്റി പറഞ്ഞില്ലേ, നീ വീടിന്റെ വിളക്കാന്ന്, വിളക്ക് അണഞ്ഞു പോയാൽ ശത്രു ഇരട്ടത്തകത്ത് കയറുമെന്ന്. ഇന്ന് പല വീട്ടിൽ ശത്രു വീടിന്റെ ഉള്ളിലുണ്ട്, തലമുറയുടെ ഉള്ളിലുണ്ട്, ഭർത്താക്കന്മാരുടെ ഉള്ളിലുണ്ട്, സഭയ്ക്കുള്ളിലുണ്ട്. എന്തുകൊണ്ടാ? വിളക്ക് കത്തിക്കാൻ സഹോദരിമാർ തയ്യാറാവണം. എപ്പോഴാ വിളക്ക് കത്തിക്കേണ്ടത്? നമ്മളൊക്കെ എപ്പോഴാ വിളക്ക് കത്തിക്കുന്നത്? സന്ധ്യ എന്ന് പറയുമ്പോൾ എപ്പോഴാ ആൻറ്റി? എന്നാലും ഒന്ന് കാണാം, വെളിച്ചം ഇച്ചിരി ഉണ്ടല്ലേ? അതായത് മൊത്തം ഇരുട്ടായി കഴിഞ്ഞാൽ ആരെങ്കിലും തപ്പിപ്പോയി വിളക്ക് കത്തിക്കുമോ?
മൊത്തം ഇരുട്ടാവട്ടെ, എന്നിട്ട് പോയി കത്തിക്കാം. ആരെങ്കിലും കാണും അങ്ങനെ? അല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കും, സമയം തക്കത്തിൽ ഉപയോഗിച്ച് എന്ത് ചെയ്യും? എല്ലാം എടുത്ത് അടുത്ത് വെക്കും. അപ്പൊ ചില ക്രമീകരണങ്ങൾ നമ്മൾ ചെയ്യണം. ഞാനിത് പറയാൻ കാരണം, നമ്മുടെ ജീവിതത്തിൽ വെളിച്ചം കെട്ടുപോകാൻ വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട്. കള്ളൻ എപ്പോഴാണ് വരുന്നത്? വെട്ടമെല്ലാം ഇട്ടിരിക്കുമ്പോഴാണോ? ആണോ? ഇന്ന് CC ക്യാമറ പോലും കള്ളന് പേടിയില്ല അല്ലേ? കള്ളൻ വന്ന് വീട്ടിൽ പോകുന്നതിന് ഇപ്പോൾ CC ക്യാമറയുടെ ദൃശ്യങ്ങൾ ന്യൂസിൽ വരും, എന്നിട്ട് പോലും അവർക്ക് പേടിയില്ല. അവരെപ്പോഴാണ് വരുന്നത്? അവർ ഇതെല്ലാം പ്ലാൻ ചെയ്ത് ഇരുട്ടിലാണ് വരുന്നത്. അപ്പോൾ ഇരുട്ടില്ലാതെ വെളിച്ചം എപ്പോഴും വീട്ടിൽ കിടന്നാലോ? കള്ളന്മാർ വെയിറ്റ് ചെയ്യും അല്ലേ? ഇരുട്ടാവട്ടെന്ന്. ഇതുപോലെ വെയിറ്റ് ചെയ്യുന്ന ഒരാളുണ്ട് കേട്ടോ. നിന്റെ തലമുറയെ നോട്ടമിടുന്ന ഒരാളുണ്ട് കേട്ടോ. അമ്മമാരെ, സീരിയലും കണ്ട് സിനിമയും കണ്ട് ആരുമില്ലെന്ന് പറയരുത്. എനിക്കറിയാം വിശ്വാസ സമൂഹത്തിന്റെ പോക്ക് എങ്ങോട്ടാന്ന് ചിന്തിക്കണം. പണ്ട് കുടുംബ പ്രാർത്ഥന ഉണ്ടായിരുന്നു വീട്ടിൽ 7 മണിയാകുമ്പോൾ. ഹല്ലേലൂയ. ഇന്ന് കുടുംബ പ്രാർത്ഥനകളില്ല. നിങ്ങൾ തന്നെ നിങ്ങളോട് ചോദിച്ചോ, നിങ്ങളുടെ വീട്ടിൽ എപ്പോഴാണ് കുടുംബ പ്രാർത്ഥനയെന്ന് പറ. നിങ്ങളുടെ വീട്ടിലെ കുടുംബ പ്രാർത്ഥന എപ്പോഴാണ്? നിങ്ങൾ തന്നെ ചിന്തിക്കുക. നമ്മൾ പറയും, മക്കൾ പറയും അമ്മ പഠിക്കാനുള്ളതെല്ലാം പഠിച്ചു കഴിഞ്ഞിട്ട്, നമ്മൾ പറയും കുക്ക് ചെയ്യാനുള്ളതെല്ലാം കുക്ക് ചെയ്ത് കഴിഞ്ഞിട്ട്, അച്ചായം വന്ന് കഴിച്ച് കഴിഞ്ഞിട്ട്, എല്ലാം കഴിഞ്ഞിട്ട്. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മളെല്ലാം കഴിഞ്ഞിട്ട് ദൈവത്തിന് നമ്മുടെ അവസാനത്തെ സമയം കൊടുക്കുമ്പോൾ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്ന കർത്താവ് പ്രാർത്ഥിക്കുന്ന ഉടനെ എനിക്ക് ആദ്യം തന്നെ ഉത്തരം തരണം. അതെന്തോ പോളിസിയാണ്. പാസ്റ്റർ പറയുന്നുണ്ടെന്ന് തോന്നല്ലേ? ഒരു പഴഞ്ചൊല്ലുണ്ട്, കൊടുത്താ അതിൻ്റെ കാര്യം എന്നാന്ന് എനിക്കറിയില്ല. അറിയോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? ഇല്ല. എന്തായാലും കേട്ടെ, കൊടുത്താൽ കൊല്ലത്തും കിട്ടുമെന്ന്. അപ്പം കൊല്ലത്ത് വന്ന് ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നമ്മൾ ദൈവത്തിനെല്ലാം എപ്പോഴാണ് കൊടുക്കുന്നത്? അവസാനം. അപ്പം പ്രാർത്ഥനയുടെ ഉത്തരം അവസാനം കർത്താവ് തന്നാൽ പോരെ? കർത്താവ് മേളിൽ നിന്ന് പറയും, നീ എനിക്കെല്ലാം അവസാനമല്ലേ എന്നേ. ഞാനും ഒരു സമയം വെച്ചിട്ടുണ്ട്. ദൈവത്തിനെല്ലാം ഒന്ന് ആദ്യം കൊടുത്തു നോക്കിക്കേ. നിന്റെ സമയത്തിൻ്റെ ആരംഭം ഒന്ന് കർത്താവിന് കൊടുത്തു നോക്കിക്കേ. നിന്റെ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയുടെ ആരംഭം ഒന്ന് കർത്താവിന് കൊടുത്തു നോക്കിക്കേ. നിന്റെ തലമുറകളെ ഞാൻ പറയുന്നൊരു കാര്യം, നിങ്ങളുടെ തലമുറകൾ പണ്ടൊക്കെ എല്ലാ കുടുംബങ്ങളിലും അവരുടെ പ്രാർത്ഥന ഒരു ആൺകുഞ്ഞിനെയോ പെൺകുഞ്ഞിനെയോ അവർ കർത്താവിൻ്റെ വേലയ്ക്ക്, ഞാൻ തുറന്നു പറയും, ഇന്ന് ആരും അത് കൊടുത്ത് ഞാൻ കണ്ടിട്ടില്ല. ഉണ്ടോ ആൻറ്റി? ഇന്ന് ആരെങ്കിലും കർത്താവിൻ്റെ വേലയ്ക്ക് മക്കളെ കൊടുക്കുവോ? ചിന്തിച്ചു നോക്ക്. 4 മക്കളെ 10 മക്കളെയും കർത്താവ് തന്നാലും ഡോക്ടർ, ഞാൻ അതിനൊന്നും എതിരല്ല കേട്ടോ, ഡോക്ടർമാരും എഞ്ചിനീയർമാരൊക്കെ ആവണം. പക്ഷെ പണ്ടത്തെ അമ്മച്ചിമാർ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്, കർത്താവേ എനിക്കൊരു ആൺകുഞ്ഞിനെ ദാനമായി തന്ന കർത്താവിൻ്റെ വേലയ്ക്ക് കൊടുത്തോളാം അവനെ. ഹല്ലേലൂയ. കർത്താവിന് കൊടുത്ത തലമുറകൾ ആരും നശിച്ചു പോയിട്ടില്ല കേട്ടോ. ആ കൊടുത്ത അമ്മമാരുടെ കണ്ണടയുന്നതിന് മുമ്പ് അവരുടെ കുടുംബത്തെ ദൈവം മാനിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ. കർത്താവിൻ്റെ ക്രൂശ് ഒന്ന് താങ്ങിക്കൊടുത്തതേ ഉള്ളൂ കേട്ടോ. അവൻ്റെ തലമുറകൾ പിന്നീട് ക്രിസ്തുവിൽ പ്രസിദ്ധരായി. ഞാനൊരു കാര്യം പറയാം, ഞാനൊരു നേഴ്സായിരുന്നു. എൻ്റെ വീട്ടിൽ ഞാൻ പറയും 4 കുഞ്ഞുങ്ങളിൽ മൂത്തയാളാണ് ഞാൻ. എൻ്റെ മമ്മിയും പപ്പായും ശരിക്കും ഞാൻ കഴിഞ്ഞുള്ള അനീതിയെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചത്. ഞാൻ പലപ്പോഴും ഓർത്തിട്ടുണ്ട്, കർത്താവ് 2ാമത്തെ ആൾ പോയപ്പോൾ പിന്നെ എന്തിന് എന്നെ കർത്താവിൻ്റെ വേലയ്ക്ക് വിളിച്ചു? അതും കർത്താവിൻ്റെ വേലയ്ക്ക് എന്നെ വിളിച്ചത് എവിടെയാണെന്നറിയോ? നല്ലൊരു രാജ്യമായ അമേരിക്കയെ കൊണ്ടുവന്ന് 6ന്റെ എക്സാം തയ്യാറാക്കി 6ന്റെ എക്സാം എഴുതാൻ റെഡി ആയിട്ടിരിക്കുമ്പോൾ കർത്താവ് പറയാം, അതൊക്കെ വിട്ട് ഇറങ്ങിക്കോളാൻ. ഞാൻ ചോദിച്ചു, അപ്പം എൻ്റെ അപ്പ അമ്മ വീടില്ല, വസ്തുവില്ല, വാടകയ്ക്ക് താമസിക്കുന്ന അനിയത്തിമാർ 3 പേര്, അവരെ പഠിപ്പിക്കണം, ബാങ്കിൻ്റെ ലോൺ അടയ്ക്കണം. 100 ചോദ്യമാ. എല്ലാവരുടെയും കണ്ണ് ആരുടെ മേലാ? എന്തിനാ? കടം വീട്ടണം, ലോൺ അടയ്ക്കണം, അനിയത്തിമാരെ 3 പേരെ പഠിപ്പിച്ച് അവരെ കെട്ടിച്ചും വിടണം. എല്ലാവരുടെയും പ്രതീക്ഷ അക്സേല ആണ്ടപ്പോൾ പ്രതീക്ഷകളെല്ലാം അട്ടിമറച്ചുകൊണ്ട് ദൈവത്തിൻ്റെ വിളി എൻ്റെ മേ വരിക. ഞാനിപ്പോൾ ഒരു മോടെ കാര്യം പറഞ്ഞില്ലേ, ആ മോൾ ഒരു ദിവസം ഞാനിങ്ങനെ പറഞ്ഞു, എനിക്കറിയില്ല ഇപ്പോഴും കർത്താവ് എന്തിനാ എന്നെ വിളിച്ചത്. അപ്പം ആ മോൾ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേച്ചി വചനത്തിലൊരു, ഞാനിങ്ങനെ അവൾ ലേവ്യ പുസ്തകമൊക്കെ വായിച്ചു എന്ന് പറഞ്ഞു, എല്ലാ വീട്ടിലും ആദ്യം ഉണ്ടാകുന്ന ആടുകളിൽ ആദ്യത്തെ ആട് ആർക്കുള്ളതാ? അത് ഓൾറെഡി ദൈവത്തിന് കൊടുക്കണ്ട, അത് ഓൾറെഡി പറ ഉള്ളതാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി. എന്നെ ആരും കൊടുക്കണ്ട, ദൈവം അങ്ങ് എടുത്തു വെച്ചേക്കുവരും. മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പം നിങ്ങളുടെയൊക്കെ വീട്ടിലെ ആദ്യ ജാതന്മാരെ ഓർത്തോണം, അത് ദൈവത്തിന് അങ്ങ് കൊടുത്തേക്കണം കേട്ടോ വിട്ട്. ഇവിടെ മക്കൾ രക്ഷപ്പെട്ട്, ചില അമ്മമാർ പറഞ്ഞു കേട്ടിട്ടുണ്ട്, എൻ്റെ മക്കൾ രക്ഷപ്പെട്ട് അവൾ വിദേശത്ത് പോയി, അല്ല അവൻ വിദേശത്ത് പോയി ഉണ്ടാക്കിയ കാശ് കൊടുത്ത് വീടുണ്ടാക്കി അവനെ കല്യാണം കഴിച്ച് അവരുടെ മക്കളുമായിട്ട് ഒന്ന് സമാധാനത്തോടെ ജീവിക്കാനാ സിസ്റ്ററെ ഞാനിരിക്കുന്നെന്ന്. അങ്ങനെയുള്ളവരുണ്ട്. എൻ്റെ മോനൊന്ന് രക്ഷപ്പെട്ടിട്ടാണ് എൻ്റെ കഷ്ടത തീരാൻ. അപ്പോൾ പ്രതീക്ഷ ആരില്ല ആൻറ്റി? പറ. അങ്ങനെ പ്രതീക്ഷ വെച്ച ഒരു അമ്മയുണ്ടായിരുന്നു, അയ്യനിലെ വിധവ.
വൈദ്യുതി നഷ്ടപ്പെട്ടപ്പോഴാണ് മനസ്സിലായത് കാര്യമില്ലെന്ന്. ഇന്നത്തെ മക്കളെ ചിലരെ ഓർത്ത് അമ്മമാർ കരയുന്നുണ്ട്. കാരണം പ്രതീക്ഷ മക്കളിലാ. ഇന്ന് പരിശുദ്ധാത്മാ പറയാം, അവിടത്തെ പ്രതീക്ഷ മാറ്റി മുകളിലോട്ടാക്കണം കേട്ടോ. അല്ലെങ്കിൽ മക്കളിൽ പ്രശംസിക്കരുത്, മക്കളിൽ നിങ്ങളുടെ ആശ്രയം വെക്കരുത്. മക്കളുടെ വിദ്യാഭ്യാസ യോഗ്യത കൊണ്ട് ചിലത് വീട്ടിൽ വരുമെന്ന് ചിന്തിക്കരുത്. നിന്റെ ആശ്രയം കർത്താവിലായിരിക്കണം. ആരാ നിന്നെ വിളിച്ചു വേർതിരിച്ചത്? ആരാ നിന്നെ ഹല്ലേലൂയ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി വിളിച്ചെന്ന് ഉറപ്പ് വരുത്തണം. ഹല്ലേലൂയ. മക്കളിലും പണത്തിലും ജോലിയിലും ആശ്രയം വെച്ചാൽ അത് ലഭിക്കത്തില്ല. എൻ്റെ കർത്താവിൻ്റെ വിളി വന്നപ്പോൾ ഞാൻ ആദ്യം വിളിച്ചത് എൻ്റെ മമ്മിയാണ്. മമ്മി, കർത്താവിൻ്റെ ശക്തമേറിയ ഒരു വിളി എൻ്റെ മേൽ വരുന്നു, കർത്താവിൻ്റെ വേലയ്ക്ക് ഇറങ്ങാൻ പൂർണ്ണമായിട്ട്. അമേരിക്കയിൽ പോയി ഒരു ദിവസം പോലും ഞാൻ ജോലി ചെയ്തിട്ടില്ല. വിളിക്കാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷത്തോടെ ഇറങ്ങിയെന്നൊന്നും ഞാൻ പറയത്തില്ല കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ആദ്യം. ഇത്രയും കഷ്ടപ്പെട്ട് പിന്നെ എന്തിനാ കർത്താവെ ഞാൻ പഠിച്ചത്? നഴ്സിംഗ് പഠിച്ചവർക്ക് അറിയാം അതിൻ്റെ ബുദ്ധിമുട്ട്. ഇത്രയും കഷ്ടപ്പെട്ട് എന്തിനാ പഠിച്ചത്? ഇത്രയും ലക്ഷങ്ങൾ എന്തിനാ മുടക്കി എന്നൊക്കെ ചോദിച്ചപ്പോൾ കർത്താവ് എന്നോട് ചോദിച്ചു, എൻ്റെ വിളിക്ക് നിനക്ക് ഇറങ്ങാൻ പറ്റുമോ? 100 ചോദ്യം മുമ്പിലുണ്ടായിരുന്നു. അന്ന് കർത്താവ് ഒരു കാര്യം പറഞ്ഞു, ഇതുവരെ നിന്റെ പപ്പായെയും മമ്മിയും നിങ്ങളെയും കൊണ്ടുവന്നത് ഞാനാണെങ്കിൽ, ആരുടെയും കെയർ ഓഫ് ഇല്ലാതെ ഹല്ലേലൂയ ഓരോ ദിവസവും അന്നന്നത്തെ അന്നം തന്ന് വിദ്യാഭ്യാസം തന്ന്, എൻ്റെ ടെസ്റ്റ് മണി ആസാദി കിടപ്പുണ്ട്, നിങ്ങൾ പോയി കേട്ടാൽ മതി. ആസാദിയിൽ അല്ലെങ്കിൽ എങ്ങനെ ദൈവം ഓരോ ദിവസം നടത്തിയെന്ന് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് പറയുന്നുണ്ട്. എൻ്റെ വിവാഹം നടന്നത് ഒരു അത്ഭുതമാണ്. ഞാൻ ഒരു കാര്യം പറയാം, ദൈവദാസിമാരെ, കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയ എല്ലാ പാസ്റ്റർമാരോടും ആൻറ്റിമാരോടും ഞാനൊരു കാര്യം പറയുക, നിങ്ങളുടെ മക്കൾ അനാഥമായി പോകും കർത്താവ് അനുവദിക്കത്തില്ല കേട്ടോ. 4 പെൺപിള്ളാരെ ആര് കെട്ടിക്കൊണ്ട് പോകും എന്നുള്ള ചോദ്യത്തിൻ്റെ നടുവിൽ എൻ്റെ സ്വർഗം അന്ന് എഴുതിയിട്ടു. ഹല്ലേലൂയ, രാജ്യങ്ങൾ കടത്തും ഞാൻ നിന്റെ തലമുറകളെ. ഹല്ലേലൂയ, അഭിഷക്തരാക്കി ഞാൻ അവരെ തീർക്കുമെന്ന് ഇന്ന് കർത്താവ് അത് ചെയ്തു. ഞാൻ അടുത്തൊരു കാര്യം പറയാം. നേഴ്സായിട്ട് ഞാൻ ജോലി ചെയ്ത്, ഞാൻ വീട് വെച്ച്, ഞാൻ എൻ്റെ അനിയത്തിമാരെ പഠിപ്പിച്ചെങ്കിൽ ജീവിതകാലം മുഴുവൻ നിങ്ങളത് കേട്ടോണ്ടിരുന്നേൻ. എന്ത് പറയും? ഞാൻ കഷ്ടപ്പെട്ട്, ഞാൻ അധ്വാനിച്ചു, ഇല്ലേ? അനിയത്തിമാരെയൊക്കെ വിളിച്ചിട്ട് പറയും, എടി ഞാനാ പഠിപ്പിച്ചെന്നുള്ള ഓർമ്മ വേണം. ഞാനാ കേട്ടോ കെട്ടിച്ചു വിട്ടത്. നമ്മൾ പറയത്തില്ലെന്ന് പറയില്ല, നമ്മൾ പറയും, ഞാൻ പറയും. ഒരു പ്രശ്നം വരുമ്പോൾ നമ്മളിതൊക്കെ ഞാൻ കർത്താവിന് അത് ഇഷ്ടമല്ല. കർത്താവ് പറയുന്നതെന്നറിയോ? ഞാനത് വാക്യത്തിലേക്ക് വരിക, എന്നെ വിളിച്ചപേക്ഷിക്കുക, ഞാൻ നിനക്ക് ഉത്തരം വരളും. അടുത്ത വാക്യം എന്ന് പറഞ്ഞേ, നീ അറിയാത്തത് മഹത്വമായത് അഗോചരം. 2ാമത്തെ വാക്ക് മഹത്വം എന്ന് ഉദ്ദേശിക്കുന്നത് എന്തുവാ? ആർക്ക് മഹത്വം? ദൈവത്തിന് മഹത്വം. കർത്താവ് പറയും, ഞാൻ ചിലത് ചെയ്യാം, പക്ഷെ അത് എനിക്ക് മഹത്വമായി തീരണം. എൻ്റെ മഹത്വത്തിനായിട്ട് ഞാൻ ചെയ്യാം. ഹല്ലേലൂയ. കാനാവിലെ കല്യാണത്തിന് വെള്ളം വീഞ്ഞാതാക്ക ആരുടെ മഹത്വത്തിന് വേണ്ടിയാ? ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി, കർത്താവിൻ്റെ മഹത്വത്തിന് വേണ്ടി. കർത്താവ് ഇന്ന് ചോദിക്കുക, എനിക്ക് ചിലത് ചെയ്യാൻ താല്പര്യമുണ്ട്, പക്ഷെ നീ ഞാൻ എന്നുള്ള സ്ഥാനം എടുത്തു മാറ്റിയിട്ട് മുഴുവൻ കർത്താവിന് കൊടുത്തിട്ടൊന്ന് പറയാമോ, കർത്താവ് എനിക്കൊരു മഹത്വം വേണ്ടപ്പാ, ഞാൻ കഷ്ടപ്പെട്ടാൽ ഇത്രയേ ഉള്ളൂ. ഞാൻ ഇന്ന് ഓർക്കും, കർത്താവെ ഞാൻ അധ്വാനിച്ചായിരുന്നു എല്ലാം ചെയ്തിരുന്നെങ്കിൽ ഇന്ന് ഞങ്ങൾ ഒരിടത്തും എത്തത്തില്ലായിരുന്നു. എന്നാൽ ദൈവം എല്ലാം നടത്തി. ഞാൻ കഴിഞ്ഞുള്ള എൻ്റെ 2ാമത്തെ അനിയത്തിയുടെ കല്യാണം കഴിഞ്ഞു. 3 ബാക്കി 2 പേരും പഠിച്ചു. എല്ലാവരും നല്ല നിലകളിൽ ദൈവം എത്തിച്ചു. അതിനൊരൊറ്റ കാര്യമുള്ളൂ, ഒരു ക്രെഡിറ്റും ഞങ്ങൾക്ക് അപ്പനോ അമ്മയ്ക്കോ എനിക്കോ എടുക്കാനില്ല. ആര് പഠിപ്പിച്ചെന്ന് ചോദിച്ചാൽ ഞങ്ങൾ 4 പേരും പറയും, കർത്താവ് പഠിപ്പിച്ചു. എന്നെ പഠിപ്പിച്ചത് മറ്റൊരാളാ. ഹല്ലേലൂയ. എൻ്റെ 2ാമത്തെ അനിയത്തിയെ പഠിപ്പിച്ചത് മറ്റൊരാളാ. എല്ലാം വീടിനകത്തോട്ട് ഇങ്ങോട്ട് വന്നിട്ട് പറയും, മോളെ ഞാൻ നിന്നെ പഠിപ്പിക്കാം എന്ന് പറഞ്ഞ് എഴുതി തന്ന് പഠിപ്പിച്ചവരുണ്ട്. ഹല്ലേലൂയ. ഞങ്ങൾക്കുള്ള സാമ്പത്തിക നന്മകൾ കർത്താവ് തന്നെ ഇറക്കി തന്നിട്ടുള്ളത്. ദൈവമക്കളെ, ഞാനിത് പറയാൻ കാരണം മഹത്വം മുഴുവൻ കർത്താവിനാ കേട്ടോ. ഹല്ലേലൂയ. നാളെയെക്കുറിച്ച് വിചാരപ്പെടരുതെന്ന് കർത്താവ് പറയാൻ കാരണം എന്താ? കർത്താവ് പറയുക, നീ എന്നെ വിളിച്ചപേക്ഷിക്കുന്നെങ്കിൽ ഞാൻ നിനക്ക് ഉത്തരം അരുളും. ഞാൻ ഈ വചനം പഠിച്ചു കഴിഞ്ഞിട്ട് എവിടെ പ്രസംഗിച്ചാലും പറയും, കർത്താവിന് ഫോൺ നമ്പർ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും, ഉണ്ടോ? ഉണ്ട്. എത്രയാ നമ്പർ? 333 911 അല്ല. എന്തുവാ 333? യെരമ്യാവ് 33:3. അത് ഫോൺ നമ്പർ ആണോ എന്ന് ചോദിച്ചാൽ ആണ്. എന്തുവാ അവിടെ എഴുതിയിരിക്കുന്നത്? കോൾ അപ്പോൺ മീ ഐ വിൽ ആൻസർ യു. നീ എന്നെ വിളിക്ക്, ഞാൻ നിനക്ക് ഉത്തരം അരുളാം. 12 കഴിഞ്ഞ് എടുക്കാൻ പറ്റത്തില്ലെന്ന് പറയുന്നവരില്ലേ? 12 കഴിഞ്ഞ് ഫോൺ ഓഫാക്കി വെക്കുന്നവരില്ലേ? മീറ്റിങ്ങിനുള്ളപ്പോൾ ഫോൺ ഓഫാക്കി വെക്കത്തില്ലേ? എന്നാൽ 24 മണിക്കൂർ നിന്റെ ജീവിതത്തിന്റെ ഏത് സാഹചര്യത്തിലും അപ്പായേന്നൊന്ന് വിളിക്കുമ്പോൾ, എന്താ മോളെ ഞാൻ നിനക്ക് ചെയ്തു തരേണ്ടത് ചോദിക്കുന്ന ഒരു അപ്പൻ അപ്പറയില്ലേ? അപ്പം പറയുന്ന ഉത്തരവും കൂടെ കേൾക്കണം. എനിക്ക് ആ വാക്യം ഭയങ്കര ഇഷ്ടമാണ് പ്രസംഗിക്കുമ്പോൾ. അവിടെ പറയുക, പക്ഷെ ഈ ഉത്തരം നമുക്ക് ആർക്കും ഇഷ്ടമുള്ള ഉത്തരം അല്ല. കാരണം നമ്മൾ കർത്താവിനെ വിളിച്ച് അപേക്ഷിക്കാൻ നമുക്കറിയാവുന്ന ഉത്തരം ഓൾറെഡി കർത്താവിനോട് പറയും.
ഇപ്പം മോളുടെ വിവാഹത്തിന് വേണ്ടിയാണ് പ്രാർത്ഥിക്കുന്നത്. നിങ്ങൾ പറയുന്ന ഉത്തരം എന്നാണെന്നറിയോ? കർത്താവേ, എൻ്റെ കുഞ്ഞിൻ്റെ വിവാഹം നടക്കണം. വിവാഹം നടക്കുമ്പോൾ കർത്താവേ, അമേരിക്കയിൽ നിന്ന് ഓസ്ട്രേലിയയിൽ നിന്ന് UK എന്നുള്ള ചെറുക്കനെ തരണം. എൻ്റെ മോൾക്ക് ഇന്ന ജോലി ഇന്ന സ്ഥാപനത്തിൽ കൊടുക്കണം കർത്താവേ. അങ്ങനെ പ്രാർത്ഥിക്കുന്നത് തെറ്റാണോ? തെറ്റല്ല. ദൈവം നിങ്ങൾക്ക് അതുപോലെ തന്നെ ചെയ്യും. പക്ഷേ ഞാൻ പലപ്പോഴും എൻ്റെ ഈ വാക്യം പഠിച്ചതിന് ശേഷം എൻ്റെ പ്രാർത്ഥനയുടെ തലമൊക്കെ മാറി കേട്ടോ. അതുകൊണ്ടാണ് പലരും കർത്താവേ അങ്ങയുടെ ഹിതം മതി എന്ന് പ്രാർത്ഥിക്കുന്നത് കേട്ടിട്ടുണ്ടോ? അവർ ഡിമാൻഡ് ഒന്നും വെക്കാത്തതിൻ്റെ കാര്യം എന്നറിയോ? അവരെ ദൈവം സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങളിൽ എത്ര പേർക്ക് സർപ്രൈസ് ഇഷ്ടമാണ്? എനിക്കിഷ്ടമാണ്, ഭയങ്കര ഇഷ്ടം സർപ്രൈസ്. ഈ അറിഞ്ഞുകൊണ്ട് ഒരു ഉത്തരം കിട്ടിയിട്ട് ഇപ്പം എന്തുവാ കാര്യം? അവിടെ എഴുതി വെച്ചിരിക്കുന്നുണ്ടോ, ഞാൻ നിനക്ക് ഉത്തരം തരാവേ, പക്ഷെ അത് നിനക്ക് അറിയാത്ത ഉത്തരവാ. അറിയാത്ത ഉത്തരത്തിൻ്റെ പ്രത്യേകത എന്നാ? സർപ്രൈസാ. നീ നിന്റെ വിവാഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നീ നിന്റെ ലിമിറ്റിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ സാമ്പത്തികത്തിന്റെ ലിമിറ്റിന്റെ ഉള്ളിൽ നിന്ന്, നിന്റെ കുടുംബ മഹിമയുടെ ലിമിറ്റിൽ നിന്ന് നീ നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഇന്നത് മതി എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പറയുക, മോളെ, നിന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ എഴുതി വെച്ചിരിക്കുന്നത് നിന്റെ ബുദ്ധിക്ക് ചിന്തിക്കാൻ പറ്റുന്നതിനപ്പുറമാ. മാനുഷികമായ ഒരു വ്യക്തിക്കും ചിലപ്പോൾ അങ്ങനത്തെ ഒരു വിവാഹാലോചന ചിന്തിച്ചു പോലും കാണത്തില്ല. ഇപ്പൊ എൻ്റെ ജീവിതം നോക്കിയാൽ ഞാനിവിടെ നിൽക്കുന്നത് ആ 3 ഉത്തരത്തിലാണ്. എനിക്കറിയാത്തത്, മഹത്തമായത്, അഗോചരമായത്. ഞാൻ യാത്ര പുറപ്പെടുമ്പോൾ ഞാൻ അറിഞ്ഞോ കൊല്ലത്ത് ഞാനിങ്ങനെ മീറ്റിങ്ങിന് വരുമെന്ന്? ഇല്ല. അറിയാത്തത്, ഹല്ലേലൂയ, മഹത്തമായത്. പ്രസംഗം കഴിഞ്ഞ കർത്താവിന് മുഴുവൻ മഹത്വവും. അഗോചരമായത്. ഇനി ഈ പ്രസംഗത്തിൻ്റെ ഹല്ലേലൂയ വിത്ത് നിങ്ങളുടെ ഉള്ളിൽ കിടക്കുമ്പോൾ നിങ്ങളുടെ ഭവനങ്ങളിൽ പോയി നിങ്ങളത് ഹല്ലേലൂയ പ്രാർത്ഥിച്ച് അതിനെ വെള്ളമൊഴിച്ച് കണ്ണുനീരോടുകൂടി അതിനെ നനയ്ക്കുമ്പോൾ അഗോചരമായത് ചിലത് നിങ്ങളുടെ കുടുംബങ്ങളിൽ വെളിപ്പെടുമെന്ന് എനിക്കറിയാം. വചനം വെറുതെ തിരിച്ചു വരത്തില്ല, അതതിൻ്റെ പ്രവൃത്തി ചെയ്യുക തന്നെ ചെയ്യും. ഇന്നിവിടെ പ്രസംഗിക്കുന്ന ഈ വചനം ഞാൻ വിശ്വസിക്കുന്നു ഏറ്റെടുക്കുന്ന ചിലർ ഇതിനകത്തുണ്ട്. മോളെ, നീ കരഞ്ഞോണ്ട ഇതിനകത്തോട്ട് വന്നത്, നിന്റെ തലമുറയോർത്ത്, നിന്റെ ശുശ്രൂഷയോർത്ത്. എന്നാൽ ഇന്ന് കർത്താവ് പറയുകയാ, ഹല്ലേലൂയ, സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ, നീ ഉപവസിക്കാൻ തയ്യാറായാൽ, നീ പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ, ദൈവം നിനക്ക് വേണ്ടി വെച്ചിരിക്കുന്ന ഉത്തരം നീ അറിയാത്തത്, മഹത്വമായത്, അഗോചരമായത്. അവസാനത്തെ 2 മിനിറ്റുള്ള ഞാൻ പെട്ടെന്നൊരു കാര്യം പറയാം. എൻ്റെ വിവാഹം നടന്നത് വലിയൊരു അത്ഭുതമാണ്. ദൈവദാസിമാരെ, ഞാൻ പറഞ്ഞില്ലേ, സ്വന്തമായിട്ട് കയറിക്കിടക്കാൻ ഒരു വീടില്ല, അപ്പൻ്റെ സ്വത്തില്ല, അമ്മയുടെ സ്വത്തില്ല. ഞങ്ങൾക്ക് എൻ്റെ പപ്പ എപ്പോഴും പറയുന്നൊരു പ്രാർത്ഥന ഞാൻ കേട്ടിട്ടുണ്ട്, കരഞ്ഞിട്ടുണ്ട്. ഞാൻ ചില സമയത്ത് വാടക കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ ഓണറിനെ പേടിച്ച് ഞങ്ങൾ രാത്രിയിൽ അല്ലെങ്കിൽ കുടുംബ പ്രാർത്ഥനയെ കരയുമ്പോൾ ഓണർ വന്ന് ഇറക്കി വിടുമോ എന്നുള്ള പേടി വരുമ്പോൾ എൻ്റെ പപ്പ പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട്, കർത്താവേ ഹല്ലേലൂയ, മേലോട്ട് നോക്കിയാൽ ആകാശം, താഴോട്ട് നോക്കിയാൽ ഭൂമി, ഞാൻ ഈ 4 പെൺകുഞ്ഞുങ്ങളെയും കൊണ്ട് എങ്ങനെ നടുറോഡിൽ ഇറങ്ങും അപ്പാ. അങ്ങനെ കരഞ്ഞ രാത്രികളുണ്ട്, പേടിച്ചുറങ്ങിയ രാത്രികളുണ്ട്, കരഞ്ഞുകൊണ്ടുറങ്ങിയ രാത്രികളുണ്ട്. എന്നാൽ അന്ന് സ്വർഗം എഴുതിയിട്ട് ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത്, ഒന്നുമില്ലാത്തവരെ ആര് കെട്ടു എന്ന് ചോദിച്ചു. ഞാൻ വിചാരിച്ച നേഴ്സിംഗ് കഴിഞ്ഞ, പണ്ട് പറയത്തില്ലായിരുന്നു നേഴ്സിങ്ങിന് വിട്ടോ, നേഴ്സിംഗ് കഴിഞ്ഞ ആമ്പിള്ളാര് കൊത്തിക്കൊണ്ട് പോകും. സത്യം ആൻറ്റി, അങ്ങനെ തന്നെ പറഞ്ഞു, കൊത്തിക്കൊണ്ട്. ഞാനവിടെ 5-6 വർഷം നിന്ന് എന്നെ ആരും കൊത്തിയില്ല. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. കൊത്താൻ ഇനി ആരെങ്കിലും വന്നാലും അമ്മമാരും അപ്പന്മാരും പറയും ഒന്നും ഇല്ലാത്തവരാ. നമ്മൾ ബുദ്ധിയിൽ ചിന്തിക്കണം. വീട്ടിലെ മൂത്ത നിങ്ങളൊക്കെ അങ്ങനെ ബുദ്ധി പറഞ്ഞു കൊടുക്കുന്ന അമ്മമാർ ഇതിനകത്തുണ്ടെങ്കിൽ മാറ്റിക്കണം കേട്ടോ, പ്ലീസ്. ഹല്ലേലൂയ, ദൈവകൃപയുള്ള കൊച്ചിനെ വീട്ടിൽ കയറ്റണം കേട്ടോ. ഹല്ലേലൂയ. ഇവിടുന്ന് കണ്ട് ഇഷ്ടപ്പെട്ട് വീട്ടിൽ ചെന്നിട്ട് പറയും, മൂത്ത മോളല്ലേ, പ്രാരാബ്ദമൊക്കെ ആർക്ക് വരും? മൂത്തവന് വരും. നമ്മളെല്ലാം ബുദ്ധി ചിന്തിക്കുന്നവരല്ലേ, നമ്മൾ പറഞ്ഞു കൊടുക്കും നമ്മുടെ ആമ്പിള്ളേർക്കല്ലേ, മോനെ ആ ബാധ്യതയൊന്നും എടുത്ത്, ഭാര്യയല്ല, ഭാര്യ കിട്ടുന്നത് നന്മ കിട്ടും എന്നൊക്കെ പറഞ്ഞില്ലേ, ഇപ്പം പറയുന്നത് തന്നെ ബാധ്യത കിട്ടും. അങ്ങനെയൊക്കെ പറഞ്ഞ് പല കല്യാണാലോചന നടക്കാതിരുന്നപ്പോൾ ഹല്ലേലൂയ, എനിക്കൊരു ദൈവവചനം ഒരു ദൈവദാസി കൂടെ പ്രവചിച്ച് എന്നോടൊരു ദൂത് പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ സമയം തക്കത്തിൽ, ആ സമയം ഉപയോഗിക്കേണ്ട സമയം വന്നപ്പോൾ എനിക്ക് കിട്ടിയ ദൂത് ഇതായിരുന്നു. ചിലർ ആ വചനം ഏറ്റെടുത്തുകൊണ്ട് പോകണം. ഹല്ലേലൂയ. യെശയ്യാവ് 42 അധ്യായത്തിലെ വാക്യമാ. ഹല്ലേലൂയ. ഞാൻ കിഴക്ക് നിന്നൊരു റാഞ്ചൻ പക്ഷിയെ, ദൂരദേശത്ത് നിന്ന് എൻ്റെ ആലോചന അനുഷ്ഠിക്കുന്ന പുരുഷനെ തന്നെ വിളിക്കുന്നു, ഞാൻ പ്രസ്താവിച്ചിരിക്കുന്നു, ഞാൻ നിവർത്തിക്കും. ഈ ദൂത് വന്നിട്ട് പറഞ്ഞു, മോളെ നീ പ്രാർത്ഥിച്ചോ, നിനക്കുള്ളവൻ ദൂരദേശത്താ, അവനെ ദൈവം വിളിച്ചാലേ അവൻ വരത്തുള്ളെന്ന്. വിശ്വസിക്കുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. നിങ്ങളിത് കേൾക്കണം. എൻ്റെ ഫാദർ ഇൻ ലോയൊക്കെ അറിയാവുന്ന ആൾക്കാർ ഇവിടെ ഉണ്ട്, അതുകൊണ്ട് എനിക്ക് സന്തോഷമുണ്ട്. ഓക്കെ, എൻ്റെ ഹസ്ബൻഡ്
27 വർഷമായിട്ട് ഇന്ത്യയെ വന്നിട്ടില്ല. മലയാളം ഒരു വാക്ക് പോലും സംസാരിക്കത്തില്ല. അദ്ദേഹം വളർന്നതെല്ലാം അമേരിക്കയിലാണ്. ഒരു ദിവസം എൻ്റെ ഹസ്ബൻഡ് പല മലയാളി പെൺപിള്ളേരുടെ കല്യാണാലോചന വന്നപ്പോഴും അച്ചാച്ചൻ പറഞ്ഞൊരു കാര്യമാണ്, മലയാളിയെ ഞാൻ കല്യാണം കഴിക്കത്തില്ല. അതുകൊണ്ട് കല്യാണം നടക്കും 33 വയസ്സ് വരെ നിൽക്കുക. അപ്പോൾ ആ 33ാമത്തെ വയസ്സിൽ ഇവിടെ ഇരുന്ന ഒരാൾ കരയാൻ തുടങ്ങി. എന്ത് വെച്ചാണെന്നറിയോ? വചനം വെച്ച്. കർത്താവെ, അങ്ങ് എന്നോട് പറഞ്ഞു ദൈവാലോചന അനുഷ്ഠിക്കുന്ന ഒരു പുരുഷനുണ്ടെന്ന്, അദ്ദേഹത്തെ അങ്ങ് വിളിച്ചുണർത്തണേ എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. സമയം തക്കത്തിൽ ഉപയോഗിച്ചു. എങ്ങനെയാണെന്നറിയാമോ? രാത്രിയുടെ യാമങ്ങളിൽ അല്ലെങ്കിൽ മുറി അടച്ച് ഞാൻ എൻ്റെ ഹോസ്റ്റൽ ഇന്നും ആ ദിവസം ഞാൻ ഓർക്കുന്നുണ്ട്. അല്ലെങ്കിൽ തലേണയുടെ മുകളിലോട്ട് അങ്ങോട്ട് കണ്ണുനീരൊഴുക്കാൻ തുടങ്ങി കേട്ടോ. ബൈബിള് തുറന്ന് വെച്ചിട്ട് കണ്ണുനീരോടെ പ്രാർത്ഥിക്കാൻ തുടങ്ങി. അപ്പാ, എനിക്ക് അല്ലെങ്കിൽ കല്യാണം നടത്തേണ്ട സമയം കഴിഞ്ഞു, ആരും ആലോചനകളായിട്ട് വരുന്നില്ല, വരുന്നവർക്ക് ആർക്കും ഞങ്ങളെ ഇഷ്ടപ്പെടുന്നില്ല, ഒത്തിരി ഡിമാൻഡുകളാ, ഞങ്ങൾക്ക് കൊടുക്കാൻ ഒന്നുമില്ല അപ്പായെ. എന്നാൽ അപ്പ എനിക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്ന പുരുഷൻ എന്നെ തേടി വരണം. ഞാൻ അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചത്. എന്നെ തേടി കർത്താവ് ഒരുക്കി വെച്ചവൻ വരണമെന്ന് പ്രാർത്ഥിച്ചു. ദൈവമക്കളെ, ഒരു ദിവസം രാവിലെ എൻ്റെ ഹസ്ബൻഡിൻ്റെ ഡാഡി എന്നോട് പറഞ്ഞ ടെസ്റ്റിമണിയാ. മലയാളി കൊച്ചിനെ കല്യാണം കഴിക്കത്തില്ലെന്ന് പറഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് ഒരു ദിവസം രാവിലെ ഡാഡിയോട് പറയാ, ഡാഡി എന്നാ ഇന്ത്യയിൽ പോകുന്നേ? അടുത്ത മാസം പോവാ. എന്നാ ഞാൻ വരുവാ. ഇന്ത്യയിൽ ആരെയെങ്കിലും നോക്കിക്കോ. ഡാഡിക്ക് ഭയങ്കര സന്തോഷം. നോക്കിയപ്പോൾ അതാണ്ട് സെലക്ഷൻ എനിക്ക് വീണു, നറുക്ക്. ഓൾറെഡി വേറെ 2 പെമ്പിളരെ കണ്ടിട്ട് എന്നെ കാണാൻ വന്നു കേട്ടോ. എൻ്റെ വീട് അന്ന് കണ്ടാൽ ഒത്തിരി സങ്കടകരമായ വീടാണ്. അടുക്കളയൊക്കെ വിട്ട് ചോരുന്നൊരു വീട്. കയറി നിൽക്കുന്ന സോഫയൊക്കെയാണ് ഞങ്ങൾ തൂത്ത് തുടച്ച്, ഒരു ചെയറൊക്കെ ഉള്ളൂ. അതൊക്കെ തൂത്ത് തുടച്ചൊക്കെ ഇട്ട് ഇവർ വന്നപ്പോൾ അമേരിക്കക്കാരാന്ന് കേട്ടപ്പോഴേ ഞാൻ അപ്പാട് പറഞ്ഞു, വലിയ പ്രതീക്ഷയൊന്നും കൊടുക്കണ്ട. ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ നിന്നത്. എന്നാൽ ചായയൊക്കെ കൊടുത്തപ്പോൾ എനിക്ക് വലിയ പ്രതീക്ഷയില്ലെങ്കിൽ അപ്പോഴാണ് ഇടിവെട്ടി പോലെ ഒരു സത്യം അറിയുന്നത്, ചെറുക്കൻ മലയാളവും സംസാരിക്കത്തില്ലെന്ന്. അപ്പം ഞാൻ ഓർത്ത് ഇത് എന്തായാലും നടക്കത്തില്ല. നമ്മൾ ഇന്ത്യക്കാരല്ലേ, നമ്മളിവിടെ പഠിച്ചവരല്ലേ. എൻ്റെ ഇംഗ്ലീഷ് പുള്ളിയുടെ ഇംഗ്ലീഷ് എനിക്ക് മനസ്സിലാകത്തില്ലെന്ന് എനിക്ക് ഉറപ്പായിരുന്നു. എന്നാൽ ഒറ്റ പ്രാർത്ഥന പ്രാർത്ഥിച്ചു, കർത്താവ് ഇത് ദൈവഹിതമാണെങ്കിൽ ഇത് നടക്കണം. പ്രാർത്ഥിച്ചുകൊണ്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ തന്ന സമയത്തിനുള്ളിൽ അകത്ത് കയറി 45 മിനിറ്റ്സ് ഞങ്ങൾ തമ്മിൽ സംസാരിച്ചു. സംസാരം കഴിഞ്ഞ് ഇറങ്ങി വന്നപ്പോൾ ഹസ്ബൻഡ് എൻ്റെ ഡാഡിയെ കാണിച്ചു ഇങ്ങനെ. അപ്പോഴും എനിക്ക് ഉറപ്പൊന്നുമില്ലായിരുന്നു കേട്ടോ. നവംബർ 19-ാം തീയതി പെണ്ണ് കണ്ടു, നവംബർ 22-ാം തീയതി കല്യാണം ഉറപ്പിച്ചു, നവംബർ 30-ാം തീയതി എൻഗേജ്മെൻറ്റ്, ഡിസംബർ 1-ാം തീയതി കല്യാണവും. നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. എൻ്റെ കല്യാണം നടന്നത് വെറും ഒരാഴ്ച കൊണ്ടാണ്. ഇനി അടുത്തൊരു സത്യം പറയാം. എൻ്റെ പപ്പായുടെ പോക്കറ്റ് വെറും 250 രൂപയുള്ളായിരുന്നു. നിങ്ങളത് വിശ്വസിക്കത്തില്ല. സത്യമായ കാര്യമാണ് പറയുന്നത്. വചനം കൈ പിടിച്ചോണ്ടാണ് പറയുന്നത്. എൻ്റെ പപ്പാടെ പോക്കറ്റ് വെറും 250 രൂപയുള്ളായിരുന്നു. അതിനെക്കുറിച്ചുള്ള വിശദമായ ടെസ്റ്റിമണി ആസാദി കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് പറഞ്ഞത് നിങ്ങൾ പോയി കേട്ടാൽ മതി, ഇവിടെ വിശദീകരിക്കാൻ സമയമില്ല. എന്നാൽ ഞാനൊരു സത്യം പറയാം. നീ സമയം തക്കത്തിൽ ഉപയോഗിച്ച് നീ രാത്രിയുടെ യാമങ്ങളിലുണ്ടല്ലോ, എല്ലാവരും കിടന്നുറങ്ങുമ്പോൾ കണ്ണടച്ച് ഹല്ലേലൂയ മുറിക്കകത്ത് കയറി കഥകടച്ച് കണ്ണുനീരോടെ ദൈവവചനം ഏറ്റെടുത്തിട്ട് അതിലെ ഓരോ വാക്തത്വത്തെ കൈവച്ചിട്ട് ചോദിക്കണം, അപ്പാ ഞാൻ അങ്ങയുടെ മോളല്ലേ, അങ്ങല്ലേ പറഞ്ഞത് എന്നെ വിളിച്ചപേക്ഷിക്കും, നിനക്ക് ഉത്തരമരുളാമെന്ന്, നീ അറിയാത്തത് മഹത്തമായത് അഗോചരമായത് ചെയ്യാമെന്ന്, എനിക്ക് വേണ്ടി ഒന്ന് ചെയ്യണമെന്ന് നീ കരയുമ്പോൾ അല്ലെങ്കിൽ കടലുകൾ കടന്ന് നിനക്ക് വേണ്ടിയുള്ള അത്ഭുതങ്ങളെ ദൈവം ചെയ്യും. അതുമാത്രമല്ല, നിന്റെ തലമുറയുടെ വിഷയമാണോ? ഞാൻ പറഞ്ഞതുപോലെ യായേലിനെ പോലാണോ ഇന്ന് നീ വന്നേൽക്കുന്നത്? അല്ലെങ്കിൽ സീസറയുടെ ശക്തിയുടെ മുമ്പിൽ നീ തളർന്നവളാണോ? നിന്റെ തലമുറയെ ഒതുക്കി വെക്കുന്ന ശക്തിയുടെ വിഷയത്തിലാണോ നീ തകർന്നിരിക്കുന്നത്? കൂട്ടുകെട്ടോർത്താണോ? സ്നേഹബന്ധങ്ങൾ ഓർത്താണോ? ഒരു കാര്യം ഞാൻ പറയാം, സമയം അമ്മമാരെ തക്കത്തിൽ ഉപയോഗിക്കണം. നിങ്ങളുടെ തലമുറകൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ തന്നെ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഞാൻ ഏറ്റവും കൂടുതൽ കാണുന്നത് തലമുറകൾ വലുതാകുമ്പോഴേ എല്ലാവരും ഉപവസിക്കാൻ തുടങ്ങുന്നത് അല്ല. എൻ്റെ മമ്മി പറഞ്ഞ പ്രസവം കഴിഞ്ഞ് 3-ാം മാസം തൊട്ട് എന്നെ ഉപവസിപ്പിച്ച ആളല്ല എൻ്റെ മമ്മി. പ്രസവം കഴിഞ്ഞ് 90 കഴിഞ്ഞപ്പോഴേ പറഞ്ഞു തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിച്ചു. മമ്മി പറയുന്നത് എന്നാണെന്നറിയോ? നിന്റെ ഉപവാസവും പ്രാർത്ഥനയും നിന്റെ ഇൻവെസ്റ്റ്മെൻ്റ് ആണെന്നാ. ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? ആരോഗ്യമുള്ളപ്പോൾ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്താൽ, ആരോഗ്യമില്ലാത്തപ്പോൾ ഉണ്ടല്ലോ നിന്റെ ജീവിതത്തിന്റെ വിഷയങ്ങളുടെ മേൽ കർത്താവ് ഹല്ലേലൂയ മഞ്ഞും മഴയും ഒഴിക്കുമെന്ന്, തലമുറയുടെ വിഷയത്തിന്മേൽ കർത്താവ് പ്രവർത്തിക്കുമെന്ന്. ഇത് ആരോഗ്യമുള്ളപ്പോൾ പ്രാർത്ഥിക്കാതെ നടന്നിട്ട് തലമുറയെ ശത്രു പിടിച്ചോണ്ട് പോകുമ്പോഴല്ല കരയേണ്ടത്. ഇന്ന് പല അമ്മമാരോട് ഞാൻ ഉപവസിക്കാൻ പറയുമ്പോൾ പറയുന്ന അടുത്തൊരു എക്സ്ക്യൂസ് എന്താണെന്നറിയോ? ഷുഗർ ഉണ്ട് സിസ്റ്ററെ, ഉപവസിക്കാൻ പറ്റത്തില്ല. രാവിലത്തെ ഭക്ഷണം ചിന്തയിൽ എന്ത് പറ്റും? തല കറങ്ങും. അങ്ങനെ ഒരു ആൻറ്റി ഒരു പ്രാവശ്യം എന്നോട് പറഞ്ഞായിരുന്നു. ഉപവസിക്കാൻ പരിശുദ്ധാത്മ വ്യക്തമായിട്ട് എന്നോട് പറഞ്ഞിട്ടാണ് ഞാൻ ആൻറ്റിയോട് പറഞ്ഞേ, ആൻറ്റി മോന് വേണ്ടി ഉപവസിക്കണമെന്ന്. അപ്പം ആൻറ്റി പറഞ്ഞു, മോളെ പറയുന്നോണ്ടൊന്നും തോന്നില്ല,
മോള് കർത്താവിനോട് പറ എനിക്ക് ഷുഗറാണ്. കർത്താവിനോട് ഞാൻ പറഞ്ഞ കർത്താവിന് അറിയത്തില്ലേ? കർത്താവ് പിന്നെ എന്തിനാ ഉപവസിക്കാൻ പറഞ്ഞത്? ഉപവസിക്കാൻ പറഞ്ഞു, ഉപവസിച്ചില്ല. അല്പം മാസങ്ങൾ കഴിഞ്ഞപ്പോൾ എന്നെ ഈ ആൻറ്റി ഒന്നുകൂടെയും വിളിച്ചു. ഒരു പാതിരാത്രിക്കാണ് വിളിച്ചത്. എന്തിനെന്നറിയോ? മോൻ ഇപ്പോൾ ICUവിലാ. ICU കിടക്കുക, ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറഞ്ഞ് കിടക്കുക. അപ്പോൾ ആൻറ്റി വിളിച്ചു. ആ സമയത്ത് ചോദിക്കാൻ പറ്റുന്ന ചോദ്യമല്ല, എങ്കിലും പരിശുദ്ധാത്മാവിനോട് പറഞ്ഞു ചോദിക്കാൻ. ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. ആൻറ്റി എപ്പോഴാണ് അഡ്മിറ്റ് ചെയ്തേ? മോളെ ഇന്നലെ രാത്രിയിൽ അഡ്മിറ്റ് ചെയ്തതാ. എൻ്റെ കയ്യും കാലും ഒക്കെ തളരുന്നു മോളെ, എനിക്ക് എൻ്റെ മോനെ തിരിച്ചു കിട്ടുമോയെന്ന് അറിയില്ല. ഞാൻ ചോദിച്ചു ആൻറ്റി വല്ലതും കഴിച്ചോ? ഇല്ല മോളെ, 2 ദിവസമായി കഴിച്ചിട്ട്. ഇപ്പം ഷുഗർ ഉണ്ടോ? ഷുഗർ താഴുന്നുണ്ടോ? ഇല്ല. ബിരിയാണി ഫ്രണ്ടിൽ കൊടുത്ത് ഇറങ്ങുമോ? പറ ആൻറ്റിമാരെ, ഇറങ്ങുമോ? പച്ചവെള്ളം തന്നാൽ ഇറങ്ങുമോ? വേണ്ടെന്നല്ലേ പറയത്തുള്ളൂ. ഇത് വരാതിരിക്കാനാ കർത്താവ് പറയുന്നത്. ഉപവസിക്കാനും പ്രാർത്ഥിക്കാനും സമയം തരുമ്പോൾ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. ശവപ്പെട്ടി കയറാതിരിക്കാൻ ചിലത് ദൈവാത്മാവ് നേരത്തെ നിങ്ങളെ ബുദ്ധി ഉപദേശിക്കും. സഭയിൽ വരുന്ന അനർത്ഥം ദൈവാത്മാവ് നിങ്ങളുടെ പ്രാർത്ഥനാ മുറിയിൽ വെളിപ്പെടുത്തി തരും. ദേശത്ത് വരുന്ന അനർത്ഥം വെളിപ്പെടുത്തി തരും. ചില സീസറുകളെ സഭയ്ക്കുള്ളിലേക്ക് ദൈവാത്മാവ് ഓടിച്ച് കയറ്റും. ഇത് പ്രവചനാത്മാവി വിളിച്ചു പറയുക. ഈ ദേശത്ത് വ്യാപരിക്കുന്ന ദേശാധിപതി ശക്തികളെ, നിങ്ങളുടെ കുടുംബത്തിനകത്ത് വ്യാപരിക്കുന്ന ശക്തികളെ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ പരിശുദ്ധാത്മാവ് ഓടിച്ചു കയറ്റും. ചോദ്യം ഇതാ, സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയുമോ? എന്തുണ്ട് ആയുധമായിട്ട്? പരവതാനി ഉണ്ടോ വീട്ടില്? പരവതാനി ഉണ്ടോ? പ്രാർത്ഥിക്കാൻ ഒരു വീടിനകത്ത് കയറി അറിയാം വീട്ടിൽ പരവതാനി ഉണ്ടോ എന്ന്. എങ്ങനെയാണെന്നറിയോ? ഒരു മൂലയിൽ എപ്പോഴും ഒരു പാ ഇങ്ങനെ ഇട്ടിട്ടുണ്ടാവും. എത്ര വീട്ടിലുണ്ട് പ്രാർത്ഥനാ മുറികൾ? എത്ര വീട്ടിലുണ്ട് പ്രാർത്ഥനാ മുറി? ഞാൻ പലപ്പോഴും നമ്മുടെ സമൂഹത്തെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നൊരു കാര്യമുണ്ട്. ഒരു ഹൈന്ദവൻ്റെ വീട്ടിൽ പോയാൽ അവർക്ക് പൂജാമുറിയുണ്ട്. ഒരു മുസ്ലിമിൻ്റെ വീട്ടിൽ ചെന്നാലോ ഉണ്ട്. പക്ഷെ ഒരു പെന്തിക്കോസാൻ്റെ വീട്ടിൽ വന്നാലോ? നിങ്ങൾ ചിന്തിക്ക്. ഓ, അതിനകത്തൊക്കെ വലിയ കാര്യമുണ്ടോ? കാര്യമുണ്ട്. എൻ്റെ ജീവിതത്തിൽ എനിക്കറിയാം കാര്യമുണ്ട്. നിനക്കൊരു ഭവനം ദൈവം തരുമ്പോണ്ടല്ലോ, ഒരു മുറി നീ ദൈവത്തിന് വേണ്ടി ഒന്ന് വേർതിരിച്ചേ. നിന്റെ ഭവനത്തിനകത്ത് ഒന്നിനും മുട്ടില്ലാതെ ദൈവം നിന്നെ നടത്തും. ആ മുറി വെറുതെ കിടന്നാ പോരാ, ഒരു ദിവസമെങ്കിലും ആ മുറിക്കകത്ത് കയറിയിട്ട് നീ കവണ് വീണ് ദൈവത്തോടൊന്ന് കരഞ്ഞ, അപ്പാ ഇത് അങ്ങയുടെ സാന്നിധ്യം വസിക്കുന്ന മുറിയാ. ഗസ്റ്റിന് മുറിയുണ്ടല്ലേ? ഉണ്ടല്ലേ? ആ, ഗസ്റ്റിന് മുറിയുണ്ട്, അപ്പന് മുറിയുണ്ട്, അമ്മയ്ക്ക് മുറിയുണ്ട്, എല്ലാവർക്കും ഉണ്ട്. ദൈവം ചോദിക്കുക, മോളെ ദൈവമല്ല ഈ ഭവനം തീർക്കാൻ പൈസ തന്നത്, നിനക്ക് എനിക്കൊരു മുറി നീ തന്നോ? തന്നിട്ടില്ല. ഇന്ന് വലിയ ബംഗ്ലാവുകളുണ്ട്, പക്ഷെ എത്ര മുറിയുണ്ട് കർത്താവിന് കൊടുത്തത്? എത്ര പേരുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. നമ്മുടെ തലമുറകൾ കാണണം നമ്മുടെ മാതാപിതാക്കൾ കരയുന്നത് കേട്ടോ. അമ്മമാരെ, എൻ്റെ മമ്മി രാത്രിയുടെ യാമങ്ങളിൽ എത്രയോ വട്ടം എൻ്റെ കാലെ കണ്ണുനീര് വീണിട്ടുണ്ടെന്നറിയാവോ? ഹല്ലേലൂയ. ഞാൻ എപ്പോഴും ഓർക്കും, എൻ്റെ മമ്മി എപ്പോഴും ഉപവാസം. കഴിഞ്ഞ 3 വർഷമായിട്ട് ഒരു നേരം മാത്രം കഴിച്ചുകൊണ്ടായിരിക്കുന്നത്. ഞാൻ എപ്പോഴും ഓർക്കും എങ്ങനെ ഈ ആരോഗ്യം. 63 വയസ്സുണ്ട്, ഓടി നടന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ മമ്മി പറഞ്ഞൊരു കാര്യമുണ്ട്, മക്കളെ ഞാൻ ഈ ഉപവസിക്കുന്നതും പ്രാർത്ഥിക്കുന്നതും സാമ്പത്തിക നന്മയ്ക്ക് വേണ്ടിയല്ല, നിങ്ങൾ 4 പേരും നിത്യതയെ കാണണം. ഞാൻ ഈ പറയുന്ന പോയിന്റോടെ നിർത്തുകയാണ്. നിങ്ങൾ ആ വാക്ക് കേട്ടോ ഞാൻ പറഞ്ഞേ? നിങ്ങളിൽ എത്ര പേർ നിങ്ങളുടെ തലമുറ നിത്യതയെ പോകണമെന്നോർത്ത് ഉപവസിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട്? എല്ലാവരും അല്ലെലിയ പറഞ്ഞിട്ടില്ല. കാരണം എന്നറിയോ? നിങ്ങളുടെ ഉപവാസത്തിൻ്റെ ലിസ്റ്റ് നിങ്ങളുടെ ഡയറിയിൽ എടുത്ത് നോക്കിയേ. മോനെ UK അയക്കണം, മോളെ US അയക്കണം, മോടെ കല്യാണം നടക്കണം, വീടിൻ്റെ ലോൺ അടയ്ക്കണമെന്നല്ലാതെ അതിൻ്റെ എവിടെയെങ്കിലും ഒരറ്റത്ത് ആത്മീക വിഷയത്തിൽ എൻ്റെ കുഞ്ഞുങ്ങൾ സമ്പന്നരാകണം, ദൈവകൃപയുള്ള കുഞ്ഞുങ്ങൾ എൻ്റെ വീട്ടിൽ വന്ന് കയറണം, എന്തൊന്നും നടന്നില്ലേലും മുകളിലുള്ള ഒരു പ്രാർത്ഥനയ്ക്ക് മറുപടി തന്നില്ലേലും എൻ്റെ അപ്പാ, എൻ്റെ ഭർത്താവും എൻ്റെ മക്കളും നിത്യതയെ കാണണേ അപ്പാ, അവരാരും നഷ്ടപ്പെടരുതെന്ന് പ്രാർത്ഥിക്കുന്ന എത്ര അമ്മമാർ ഇതിനകത്തുണ്ട്? നിങ്ങൾ തമാശയായിട്ട് എടുക്കരുതേ, ഞാൻ തമാശ പറയുവല്ല ഇവിടെ നിന്ന്. ഇത് ദുഷ്കാലമാകയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കണം. സമയം തക്കത്തിൽ ഉപയോഗിച്ചാൽ ഒരു സമയം വരുന്നുണ്ട്, കണക്ക് കൊടുക്കേണ്ട ഒരു സമയം. നിങ്ങൾ ഓർക്കരുത് പാസ്റ്റർ നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി കണക്ക് കൊടുക്കുന്നെന്ന്. അക്സയുടെ പേര് വിളിക്കുമ്പോൾ അക്സ ദൈവസന്നിധിയിൽ സിംഹാസനത്തിന് മുമ്പിൽ പോയി നിൽക്കുമ്പോൾ അക്സ എന്തിനൊക്കെ കണക്ക് കൊടുക്കണം? ആദ്യത്തെ ഒരു ചോദ്യം കൂടെ ഉണ്ട്. നിന്റെ ഭർത്താവ് വന്നോ? അല്ലേ? എൻ്റെ ഭർത്താവ് അവിടെ ഉണ്ടെങ്കിൽ എനിക്ക് സന്തോഷം. നിൻ്റെ 3 കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടോ? ഇല്ലെന്ന് നിങ്ങൾ ആരെങ്കിലും, നിങ്ങളുടെ മക്കൾ ഓരോരുത്തരുടെ ഫേസ് നിങ്ങളുടെ മുമ്പിൽ കൂടെ വരണം കേട്ടോ. ഓരോ മക്കളുടെയും ഫേസ് നിങ്ങളുടെ മുമ്പിൽ കൂടെ വരണം. എൻ്റെ മക്കൾ സ്വർഗത്തിലെത്തുമോ നിങ്ങൾക്കേ അറിയത്തുള്ളൂ. നിങ്ങൾക്കറിയാം അവരുടെ ജീവിതം വീടിനകത്ത്. ഓർക്കണം,
ഒരു തലമുറ നിങ്ങളുടെ സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ ദൈവത്തിൻ്റെ അടുത്ത ചോദ്യം എന്താ നിങ്ങൾ ഊഹിച്ചിട്ടുണ്ടോ? നിങ്ങൾ പഠിക്കാൻ പോകുന്ന ആരെയാ? അയ്യോ അത് ഞങ്ങളുടെ പാസ്റ്റർ ശരിയല്ലായിരുന്നു, പാസ്റ്റർ സൺഡേ സ്കൂൾ ഒന്നും. ഇന്ന് പല അമ്മമാർ സൺഡേ സ്കൂൾ ടീച്ചേഴ്സിന് ദൗത്യം കൊടുത്തേക്കുക. നിങ്ങൾ എന്ത് ചെയ്തോണം? പഠിപ്പിച്ചോണം, എൻ്റെ കുഞ്ഞിനെ നന്നാക്കിക്കോണം. സൺഡേ സ്കൂൾ ടീച്ചർ ശരിയല്ലെങ്കിൽ അവരുടെ ആത്മീയ ജീവിതം ശരിയല്ല. എന്നാൽ ആദ്യത്തെ ഒരു തലമുറയുടെ സൺഡേ സ്കൂൾ ടീച്ചർ ആരാന്നറിയോ? അമ്മയാ. തലമുറ സ്വർഗത്തിൽ എത്തിയില്ലെങ്കിൽ കർത്താവ് നിങ്ങളോട് കണക്ക് ചോദിക്കാൻ പോകുന്ന ഇതാ, എൻ്റെ തലമുറയായിരുന്നു, ഞാൻ നിന്നെ നോക്കാൻ ഏൽപ്പിച്ചതാ. ആണോ? യഹോവ തന്നു, യഹോവ എടുത്തു എന്ന് ഇയ്യോബ് പറയാൻ കാരണം എന്നാ? ഇയ്യോബിനറിയാം ദൈവം തന്നതാന്ന്, ദൈവത്തിന്റെ ഉത്തരവാദിത്തത്തിലുള്ളതാ നമ്മുടെ തലമുറ. ദൈവം ചോദിക്കുക, തിരിച്ച് നീ എന്നെ ഏൽപ്പിച്ചപ്പോൾ എന്തിയാ തലമുറ ചർച്ച വരുന്നില്ലെങ്കിൽ, തലമുറ കുടുംബ പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നില്ലെങ്കിൽ, ഓർത്ത അമ്മമാരെ, വിളക്ക് കത്തിക്കാൻ സമയമായി. എൻ്റെ കുഞ്ഞ് ഓക്കെയാ, ഇതുവരെ നല്ല ഓക്കെയാന്ന് പറഞ്ഞിരിക്കുന്നവരോട് ഞാൻ പറയട്ടെ, ഞാൻ അങ്ങനത്തെ ഒത്തിരി കുഞ്ഞുങ്ങളെ കാണുന്നതാ. പക്ഷെ അവരുടെ മുറിക്കുള്ളിൽ, അവരുടെ ഫോണിൽ അവർ കാണുന്നതൊക്കെ നിങ്ങൾ ഭയക്കണം കേട്ടോ. എന്നെ ഒരുപാട് യൂത്ത് വിളിക്കുന്നുണ്ടാ പറയുന്നത്. പലരോടും പറയാത്ത പല കാര്യങ്ങൾ എന്നോട് പറയുമ്പോൾ ഞാൻ തന്നെ അതിശയിച്ചിട്ടുണ്ട്. കാരണം ഞാനൊന്നും ജീവിച്ച കാലത്തില്ലാത്ത പല കാര്യങ്ങൾ ഞാൻ ഇന്ന് കേൾക്കുന്നുണ്ട്. തുറന്നു പറയുക, ഇന്ന് പല കുഞ്ഞുങ്ങളും സൂയിസൈഡ് ചെയ്യുന്നതിൻ്റെയൊക്കെ കാരണം എന്നാണെന്നറിയാമോ? കുഞ്ഞുമക്കള് അവർ പലതിനും അഡിക്റ്റാ. അവർക്ക് പറയാൻ പറ്റുന്നില്ല, അവർക്ക് പ്രശ്നങ്ങളെ എങ്ങനെ അഭിമുഖീകരിക്കണം എന്നറിയത്തില്ല. ഞാൻ ചോദിക്കുന്ന, രക്ഷിക്കപ്പെട്ട നമ്മുടെ കുഞ്ഞുങ്ങളെ നിങ്ങൾ കർത്താവിൽ വളർത്തുന്നുണ്ടോ? മക്കളെ, നമുക്ക് കർത്താവ് ഉണ്ടടാ, നീ വാ, മമ്മ പ്രാർത്ഥിക്കാം. മോൻ എന്താ ഒരു സങ്കടം? വന്നേ, മമ്മി നിന്റെ കൂടെ ഇരുന്ന് പ്രാർത്ഥിക്കാമെന്നൊന്ന് പറഞ്ഞു നോക്കിയേ. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ നിങ്ങളുടെ കൂടെ മുട്ടുമടക്കുമെന്ന് പായേല്. ഇന്ന് പറയാത്തത് എന്താ? നിങ്ങളുടനെ കൗൺസിലിങ്ങിന് കൊണ്ടുപോകും, പാസ്റ്റർ വിവരം അറിയിക്കും. ചോദ്യം ഇതാ, നിങ്ങൾ ഉപവസിക്കാറുണ്ടോ നിങ്ങളുടെ തലമുറകൾക്ക് വേണ്ടി? ഉപവസിക്കുന്നവരൊന്ന് ഞാൻ വേണ്ട, കൈവക്കണ്ട. മനസ്സിൽ പറ, ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഇരിക്കുന്നുണ്ടെന്ന്. ഇല്ലെങ്കിൽ ഇന്നൊരു തീരുമാനത്തോടെ പോകാവുള്ളൂ. കാരണം ഇത് ദുഷ്കാലമാകിയാൽ സമയം തക്കത്തിൽ ഉപയോഗിക്കുക. ഹല്ലേലൂയ. ഇന്ന് എത്ര പേർ ദൈവസന്നിധിയിലും നിങ്ങളെ തന്നെ താഴ്ത്തി ഏൽപ്പിക്കും. നിങ്ങളൊന്ന് എഴുന്നേറ്റ് നിൽക്കാമോ? ലാസ്റ്റ് മിനിറ്റിലേക്ക് വരിക. നിങ്ങളൊന്ന് എഴുന്നേറ്റ് ഒന്ന് പ്രാർത്ഥിക്കാമോ? കർത്താവേ, ഇന്ന് കേട്ട ദൂതിന് മുമ്പിൽ എന്നെ ഏൽപ്പിക്കുക. ഇത് ദുഷ്കാലമാ, ഞാൻ സമയം തക്കത്തിൽ ഉപയോഗിക്കാൻ തീരുമാനം എടുക്കുക. ഇതുവരെ ഞാൻ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി ഉപവസിച്ചിട്ടില്ല, എന്നാൽ ഇന്ന് തൊട്ട് ഞാൻ ഇരിക്കാൻ തയ്യാറാപ്പാ. ദൈവമക്കളെ, ഉപവസിച്ച് ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല കേട്ടോ. അങ്ങനെ ആരെങ്കിലും കേട്ടിട്ടുണ്ടോ? ഉപവസിച്ച് ആരും മരിക്കത്തില്ല. ഞാൻ എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ പ്രഗ്നന്റ് ആയിരുന്ന സമയത്ത് പരിശുദ്ധാത്മാവ് എന്നോട് പറഞ്ഞു, ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ. പ്രഗ്നന്റാ. സാധാരണ എല്ലാവരും പറയും 2 പേർക്കുള്ളത് കഴിക്കണമെന്ന്, അല്ലേ? ഈ 2 പേർക്കുള്ളത് കഴിക്കേണ്ട എന്നോട് പരിശുദ്ധാത്മാ പറയുക, നീ ഉച്ചവരെ എല്ലാ ദിവസവും ഡെലിവറി നടക്കുന്നിടവരെ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്ന്. എനിക്ക് ആരോഗ്യം ഉണ്ടായിട്ടല്ല കേട്ടോ ഉപവസിച്ച്. കാരണം എൻ്റെ ബ്ലഡ് പ്രഷർ ലോയാ, ഷുഗറും ലോയാ. ആശുപത്രി പോയിട്ടില്ല 3ാമത്തെ പ്രഗ്നൻസിയിൽ. അപ്പോൾ പരിശുദ്ധാത്മാ എന്നോട് ഉപവസിക്കാൻ പറഞ്ഞു. ഞാൻ ഇന്നൊരു ടെസ്റ്റിമണി നിങ്ങളോട് പറയാം. എനിക്ക് 3 കുഞ്ഞുങ്ങളാണ് ഉള്ളത്. ഞാൻ അന്ന് എൻ്റെ ദൈവത്തോട് ചോദിച്ചു, കർത്താവേ, ഞാൻ പ്രോപ്പറായിട്ട് ഭക്ഷണം കഴിക്കാതിരുന്നാൽ എൻ്റെ കുഞ്ഞ് പുറത്ത് വരുമ്പോൾ എത്ര വെയിറ്റ് കാണും? നന്നായിട്ട് കഴിക്കുന്ന കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞത് നന്നായിട്ട് കഴിക്കണം, എന്നാലേ കുഞ്ഞിന് വെയിറ്റ് ഉള്ളൂ. വെയിറ്റ് വരാൻ വേണ്ടി അമ്മമാർ കഴിക്കുന്നത്. ഇങ്ങനെ ചോദ്യം ചോദിച്ചു. പരിശുദ്ധാത്മാ എന്നോട് ചോദിക്കൂ, എന്നെ അനുസരിക്കാവോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അനുസരിക്കാം. നീ ആരോടും പറയണ്ട, നീ ഇതിരുന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ദൈവമക്കളെ, എൻ്റെ കുഞ്ഞിനെ ഡെയിൽ പ്രഗ്നൻ്റ് ആയി 5ാം മാസം തൊട്ട് ഞാൻ ലാസ്റ്റ് ഡെലിവറിക്ക് കയറുമ്പോൾ പ്രസവിക്കുന്നത് ഉപവാസത്തോടെയാണ്. ഞാനൊരു ടെസ്റ്റിമണി പറയട്ടെ നിങ്ങളോട്. എൻ്റെ ബാക്കി 2 കുഞ്ഞുങ്ങളെക്കാളും നന്നായിട്ട് കഴിഞ്ഞ കുഞ്ഞുങ്ങളെക്കാളും 3ാമത്തെ കുഞ്ഞിനായിരുന്നു ഏറ്റവും കൂടുതൽ വെയിറ്റ് അവനായിരുന്നു. ഞാനിത് പറയാൻ കാരണം, ഉപവസിച്ച് ഇന്ന് വരെ ആരും മരിച്ചിട്ടില്ല കേട്ടോ. കാരണം ഉപവാസം എന്ന് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കൂടെ വസിക്കാന്നാ, ശത്രുവിനോട് ഫൈറ്റ് ചെയ്യുകയെന്നാ. നീ പരവതാനി വിരിച്ചു യായേലിനെ പോലെ ഹല്ലേലൂയ നിന്റെ പ്രാർത്ഥനാ മുറി നീ കരഞ്ഞാലുണ്ടല്ലോ, വചനമാകുന്ന ഹല്ലേലൂയ ചുറ്റിക എടുത്താലുണ്ടല്ലോ, പ്രാർത്ഥനയാകുന്ന ഹല്ലേലൂയ കുറ്റി എടുത്താലുണ്ടല്ലോ, പരിശുദ്ധാത്മാവ് പറയുക, നിന്റെ തലമുറ ഒതുക്കുന്ന സീസറുകൾ നിന്റെ പ്രാർത്ഥനാ മുറിയിൽ ദൈവാത്മാവ് വെളിപ്പെടുത്തി തരും. നിന്റെ സഭയ്ക്കെതിരെയുള്ള പോരുകൾ, കുടുംബജീവിതത്തിനെതിരെയുള്ള പോരുകൾ. പലരും ഭർത്താക്കന്മാരെ ശത്രുവായിട്ട് കാണുക. എന്നാൽ ഞാൻ പറയാം, ഭർത്താക്കന്മാരിൽ കൂടെ വ്യാപരിക്കുന്ന പൈശാചിക മണ്ഡലങ്ങളുണ്ട്, ഭാര്യമാരെ കൂടെ വ്യാപരിക്കുന്നതുണ്ട്. ഭർത്താവിനെ ഭാര്യയെ ശത്രുവായിട്ട് കാണാതെ അവരുടെ പിൻപിൽ പ്രവർത്തിക്കുന്ന പൈശാചിക മണ്ഡലത്തെ നിങ്ങൾ കണ്ടാൽ ആദ്യം ചെയ്യുന്ന പായെടുക്കും, മുഴങ്കാലും അടക്കും. കർത്താവേ, ഈ ഭവനത്തിനകത്ത് സമാധാനം വെളിപ്പെടുന്നു എന്ന് പ്രാർത്ഥിക്കും. എത്ര പേര് ആത്മാവി പ്രാർത്ഥിച്ചു തുടങ്ങും? ഞാൻ ഇന്ന് പറഞ്ഞു കേട്ടായിരുന്നു അന്യഭാഷയിലുള്ള പ്രാർത്ഥന.
അല്പനേരം നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കാൻ പോകുക. അഭിഷേകം പ്രാപിച്ചവരൊക്കെ ഒന്ന് പ്രാർത്ഥിച്ചു. ഞാൻ നിർബന്ധിച്ചതുകൊണ്ട് പ്രാർത്ഥിക്കണ്ട, നിയോഗമുള്ളവർ പ്രാർത്ഥിച്ചാൽ മതി. എന്നാൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയുന്ന ഒരു കാര്യം, ഇവിടെ നിങ്ങൾ അന്യഭാഷയെ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ചെന്ന് പ്രവർത്തിക്കാൻ പറ്റാത്ത മേഖലയുണ്ട്. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പഠിക്കുന്ന ഹോസ്റ്റലിൽ, കോളേജിൽ, നിങ്ങളുടെ കുഞ്ഞുങ്ങളായിരിക്കുന്ന വിദേശ രാജ്യങ്ങളിൽ അവരെ ഒതുക്കുന്ന മണ്ഡലങ്ങളുടെ മേൽ കർത്താവിന്റെ കരമിറങ്ങാൻ പോകുക. തലമുറകളുടെ പിന്മാറ്റത്തെ ഓർത്ത് കരയുന്ന മാതാവേ, കർത്താവ് പറയുക, നയനിലെ വിധവയുടെ തലമുറയെ ചുമന്നുകൊണ്ടുപോയ മഞ്ചത്തെ കർത്താവ് തൊട്ടു. നിന്റെ ചില വിഷയത്തെ കർത്താവ് തൊടാൻ പോകുക. മഞ്ചത്തെ തൊട്ടു, ചുമക്കുന്നവർ നിന്നു. യെസ്, ചുമക്കുന്നവർ നിൽക്കാൻ പോകുക. നിന്റെ വിദ്യാഭ്യാസത്തെ കെട്ടുന്ന മണ്ഡലങ്ങൾ വിശ്വാസത്തോടെ ആരാധിക്കണം. അന്യഭാഷകളിൽ ആരാധിച്ചാട്ടെ. ഇതുവരെ അത്യന്ത ശക്തി അനുഭവിച്ചിട്ടില്ലാത്തവർ പ്രാർത്ഥിച്ചാട്ടെ. കർത്താവേ, ആത്മാവിന്റെ ഇരട്ടി പങ്കെടുന്ന മേലൊന്ന് അയക്കണമേ. ഈ കൊല്ലം പട്ടണത്തെ ഇളക്കുന്ന ആത്മാവിന്റെ ശക്തി, ഈ ഓഡിറ്റോറിയത്തിന്റെ അടിസ്ഥാനങ്ങൾ കുലുങ്ങുന്ന ശക്തി. ഇവിടെ ആരും കാഴ്ചക്കാരായിട്ട് നിൽക്കരുത്. നിങ്ങളുടെ വിഷയങ്ങളുടെ മേൽ ദൈവം പ്രവർത്തിക്കും. യെസ്, പരിശുദ്ധാത്മാ പറയുക, രോഗികളുടെ മേൽ കർത്താവ് ഇപ്പോൾ സൗഖ്യം അയക്കുക. ഞാൻ ഇന്ന് പറഞ്ഞത് കേട്ടല്ലോ. സ്ട്രോക്ക് അല്ല, ക്യാൻസർ അല്ല, കിഡ്നിയിൽ സ്റ്റോൺ അല്ല, ഏത് രോഗത്തിലെ ആത്യന്ത ശക്തി, പുനരുദ്ധാനത്തിന്റെ ശക്തി വ്യാപരിക്കുക. ആത്മാവിൽ ഒന്ന് ആരാധിച്ചേ. എല്ലാ ടെൻഷനുകളും മാറട്ടെ, സ്ട്രെസ്സുകൾ മാറട്ടെ. സാമ്പത്തിക ബുദ്ധിമുട്ടുകളുടെ മേൽ വ്യാപരിക്കുന്ന ബന്ധനങ്ങൾ, ടെൻഷൻ അടുപ്പിക്കുന്ന അല്ലെങ്കിൽ പൈശാചിക പോരുകൾ, ആത്മാവിന്റെ ശക്തി ഇവിടെ വ്യാപരിക്കട്ടെ. യെസ്, യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ കുടുംബജീവിതങ്ങളെ തകർക്കുന്ന മണ്ഡലങ്ങൾ, തലമുറകളുടെ മേൽ വ്യാപരിക്കുന്ന മണ്ഡലങ്ങൾ. യെസ്, യായേലിനെ പോലെ സമയം തക്കത്തിൽ ഉപയോഗിച്ചാട്ടെ. പൈശാചിക ബന്ധനങ്ങളെ നേർക്ക് നേരെ കണ്ട് ചുറ്റിക കൊണ്ട് അടിച്ച് അവൻ ഏതു ബലത്തെയും കെടുത്തുന്ന അഭിഷേകം. നിങ്ങളുടെ തലമുറകളുടെ വിദ്യാഭ്യാസത്തെ ബ്ലോക്ക് ചെയ്യുന്ന മണ്ഡലങ്ങൾ, നന്മ കാണിക്കത്തില്ലെന്ന് പറയുന്ന മണ്ഡലങ്ങളെ യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഞങ്ങളെ ജയമെടുക്കുകയാ. ദൈവിക വിടുതൽ വ്യാപരിക്കട്ടെ. ഉപവസിക്കാൻ കഴിയാതെ, പ്രാർത്ഥിക്കാൻ കഴിയാതെ, രാത്രിയുടെ യാമങ്ങളിൽ ഉറക്കമിട്ട് ഉറക്കത്തിൽ നിന്ന് എഴുന്നേൽപ്പിക്കാതെ വ്യാപരിക്കുന്ന മണ്ഡലങ്ങളെ, ദേശാധിപതി ശക്തികളെ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അഴിക്കുകയാ.